രാത്രിയിലും വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ ഈ നല്ല അവസരത്തിനായിട്ട് തിരുമേനിയെ വാഴ്ത്തുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. ഒട്ടും സമയം കളയാതെ നമുക്ക് തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഇന്ന് രാത്രിയിലും തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 6. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാമത്തെ അധ്യായം, അതിൻ്റെ 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 8 മുതൽ വേഴ്സസ് 18 through 15. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബർത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്കിയ, ആസിയ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തെഫാനോസിനോട് തർക്കിച്ചു. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി, ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവൻ്റെ നേരെ ചെന്ന് അവനെ പിടിച്ച് ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി, ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു. ആ നസ്രായനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയുമെന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം കൂടെ. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് ആ 7-ാം അധ്യായം മുഴുവൻ അതിൻ്റെ 53 വരെ സ്റ്റീഫൻ അതിനുത്തരം പറയുകയാണ്. 53 വരെ. ഞാനതിന് 54 മുതൽ 60 വരെയുള്ള വാക്യങ്ങളൂടെ വായിച്ചിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്ക നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ചവൻ്റെ നേരെ പാഞ്ഞു ചെന്ന് അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. വളരെ വിശാലമായിട്ട് പറയേണ്ട ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിലെ ധ്യാനത്തിനായിട്ട് നമ്മൾ വായിച്ചത്. കർത്താവ് എനിക്ക് നൽകുന്ന കൃപയ്ക്കൊത്തവണ്ണം ചില ആത്മീയ സത്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്നാണ് എൻ്റെ ഹൃദയത്തിലെ താല്പര്യം. 6-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ജെറുസലേം ചർച്ചിൽ ഒരു വലിയ പ്രോബ്ലം ഉണ്ടാകുന്നു. ഞാനതിനെ 1-ാം അധ്യായം മുതൽ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ മുന്നിലൊന്ന് കൊണ്ടുവന്ന് ഈ വേദഭാഗം ഒന്ന് പ്രസൻറ്റ് ചെയ്യാം എന്നാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ആ സ്വർഗാരോഹണത്തിന് മുമ്പ് അപ്പോസ്തലന്മാരോട്, ശിഷ്യന്മാരോട്, നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് കയറിപ്പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായമായപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് 2-ാം അധ്യായത്തിനകത്ത് ദൈവസഭയുടെ, ക്രിസ്തീയ സഭയുടെ ആരംഭമാണ്. ഞാൻ എപ്പോഴും
ഈ ഭാഗം പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ആദിമ സഭയുടെ ആരംഭം ഒരു പ്രെയർ മീറ്റിങ്ങിലാണ് ആരംഭിച്ചത്. നിങ്ങൾ 1-ാം അധ്യായം വായിച്ചാൽ മതി. അവർ പ്രാർത്ഥിക്കാനായിട്ട് കൂടിയിരുന്നതാണ്. അവിടെയാണ് ആദ്യ സഭ ആരംഭിക്കുന്നത്. ഒരു പ്രെയർ മീറ്റിങ്ങിൽ ആരംഭിക്കുന്നു. ആ സന്ദേശം കേൾക്കുന്ന ആളുകൾ, നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായമൊക്കെ പരിചയമുള്ളത് കൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, പല സ്ഥലങ്ങളിൽ നിന്ന് പറഞ്ഞാൽ ഈ യഹൂദിയ, ജെറുസലേം യഹൂദിയ, ആ പ്രോവിൻസിന് വെളിയിലുള്ള യഹൂദന്മാരെല്ലാവരും, അവരെ പൊതുവെ നമ്മൾ വിളിക്കുന്നത് ഹെലനിസ്റ്റിക് ജ്യൂസ് എന്നാണ്. ഞാനൊരു പക്ഷേ എൻ്റെ സന്ദേശത്തിൽ ആ ഒരു പദം ഉപയോഗിക്കും. ഗ്രീക്ക് സ്പീക്കിംഗ് ജ്യൂസ്, ഹെലനിസ്റ്റിക് ജ്യൂസ്. അവർ യഹൂദന്മാരാണ്. ആ യഹൂദന്മാരായ ആളുകൾ ജാതികളുടെ ഇടയിൽ ഗ്രീക്ക് സംസാരിക്കുന്ന ആ അരാമ്യ എബ്രായ ഭാഷ വിട്ട് യഹൂദന്മാരായി മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾ യെരുശലേമിൽ കുറഞ്ഞ പക്ഷം 3 വട്ടം ഒരു വർഷം കടന്നു വരാറുണ്ട്. അവർ വരുന്നത് പ്രധാനപ്പെട്ട 3 ഫെസ്റ്റിവലിന് വേണ്ടിയാണ് വരുന്നത്. അങ്ങനെ പെന്തക്കോസ്ത് പെരുന്നാളിന് വേണ്ടി, ഡേ ഓഫ് പെന്തക്കോസ്റ്റ് ഫെസ്റ്റിവൽ, അതിന് ഇവർ വന്നിട്ട് ഇവരാരും തിരികെ പോയതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. ഇവരെല്ലാവരും വാസ്തവത്തിൽ സ്വന്തം ഭവനങ്ങളെ വിട്ട് യെരുശലേമിലേക്ക്, അവരുടെ സ്ഥലങ്ങളിലേക്ക്, അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് വന്ന് അവരുടെ ആ ഡേയോ അല്ലെങ്കിൽ ആ ഫെസ്റ്റിവൽ ഓഫ് പെന്തക്കോസ്റ്റ് അത് കൂടി അവർ ആ ആത്മീയ സന്തോഷമൊക്കെ അനുഭവിച്ച് യെരുശലേമിൽ തുടരുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആ കൽപ്പന, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ആ കൽപ്പന എന്നുള്ളത്, നിങ്ങൾ ഹോളി സ്പിരിറ്റിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ യെരുശലേമിൽ നിന്ന് അതിൻ്റെ പ്രോവിൻസായ ആ യഹൂദിയെ വിടണം. അവിടെ നിന്ന് യഹൂദൻ ഒരിക്കലും പോകാൻ ഇഷ്ടമില്ലാത്ത ശമരിയൻ്റെ അടുക്കിലേക്ക് പോകണം. കാരണം ഗോസ്പൽ എന്നുള്ളത് വഴിത്തലയ്ക്കൽ നിൽക്കുന്നവരെ എല്ലാം ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. അതിനകത്ത് ഒരു പ്രത്യേക കാസ്റ്റെന്നോ ഒരു പ്രത്യേക ക്രീഡ് ഫോളോ ചെയ്യുന്നവരെന്നോ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ശമരിയിലേക്ക് പോകണം, അതുവഴി നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തേക്ക് പോകണം. അത് അവരുടെ മേലുള്ള നിയോഗമാണ്, അവരുടെ മേലുള്ള കൽപ്പനയാണ്. നോക്കൂ, അങ്ങനെ 1-ാം അധ്യായത്തിൻ്റെ ആ ദൈവിക വാഗ്ദത്തം അവരിലേക്ക് നിവർത്തിയാകുന്നതിന് മുമ്പ് അവരെല്ലാവരും യെരുശലേമിൽ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. ആ കൂടിയിരുന്ന ആളുകൾ ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ ഈ ഗ്രീക്ക് സംസാരിക്കുന്ന, ഈ യവനായ ഭാഷ സംസാരിക്കുന്ന ഹെലനിസ്റ്റിക് ജ്യൂസ് ആയിട്ടുള്ള വളരെയധികം ആളുകളുണ്ട്. ഞാൻ അതിനെപ്പറ്റി വായിച്ചപ്പോൾ മനസ്സിലായത്, അങ്ങനെയുള്ള ആളുകൾക്ക് കൂടാനായിട്ടുള്ള 500 സിനഗോഗ് അന്ന് പാലസ്തീനിലുണ്ടായിരുന്നെന്നാണ്. ഒരു സിനഗോഗ് തുടങ്ങാൻ 10 പേര് മതി, 10 പുരുഷന്മാർ വേണമെന്നുള്ളതാണ്. ആട്ടെ, 500 സിനഗോഗ് അവിടെ ഉണ്ടെങ്കിൽ എത്ര പേര് മിനിമം അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നല്ലൊരു ഗ്യാതറിങ് അവിടെ ഉണ്ട്. അങ്ങനെ ഈ എബ്രായ ഭാഷ സംസാരിക്കുന്ന ആ നാട്ടിലെ യഹൂദന്മാരും അല്ലെങ്കിൽ യഹൂദ വിധവമാരും ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരായ ആളുകളും ഒരു സ്ഥലത്തൊരുമിച്ചിരിക്കുകയാണ്. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. മേ ബി ലാംഗ്വേജ് ബാരിയർ ആയിരിക്കാം. ഗ്രീക്ക് ഭാഷയെ പറഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് മനസ്സിലായി കാണുകയില്ലായിരിക്കും. ആർ യു ഫോളോയിങ് മീ? ഒരു ഇച്ചിരിയോടെയൊക്കെ ഒരു പ്ലസൻ്റ് ആയിട്ടിരുന്നേ. സാധാരണ ഹ്യൂസ്റ്റണിലെ മീറ്റിങ്ങിന് നിങ്ങളൊക്കെ ഉറക്ക അല്ലേലിയൊക്കെ പറയുന്നവരാണല്ലോ. എനിക്ക് നിങ്ങൾ അടുത്ത സെൻറ്റൻസൊക്കെ പറയണമെങ്കിൽ നിങ്ങളുടെ ആ ഇരിപ്പ് എനിക്കൊരു സന്തോഷമാണ്. എനിക്ക് നിങ്ങളുടെ പ്രൈസിലോട് ഇല്ലെങ്കിലും എത്ര നേരം വേണേലും പറയാൻ കർത്താവിൻ്റെ കരുണയുണ്ട്. എന്നെ ഒന്ന് നോക്കിയിരിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം അത്ര ഉണ്ട്. ആട്ടെ, എന്നാണെന്നാലും ഫീൽ ഗുഡ് പ്രസംഗം ഒന്നും വരികയില്ല. കാര്യം പുതിയ നിയമത്തിൽ അങ്ങനെ കാര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണിച്ചു തന്നാൽ മതി, ഞാൻ വായിച്ച് പഠിച്ചിട്ട് ഉറപ്പായിട്ടും പ്രസംഗം ചെയ്യിപ്പിക്കാം. ശ്രദ്ധിച്ചു കേട്ടോ. ഈ ഗ്രീക്ക് സംസാരിക്കുന്ന വിധവമാരെ ടേക്ക് കെയർ ചെയ്യുന്നതിനകത്ത് ചെറിയൊരു പ്രോബ്ലം. അപ്പോസ്തലന്മാർ പറഞ്ഞു, 6-ാം അധ്യായം 1 മുതലേക്ക് 1 മതി, വചന ശുശ്രൂഷയെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് ആ ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അതുകൊണ്ട് നല്ല കുറച്ച് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അന്ന് അവിടെ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട്. കുറച്ച് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ട് യവന ഭാഷ സംസാരിക്കുന്ന, ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന, ഹെലനിസ്റ്റിക് ജ്യൂസായ പാലസ്തീൻ്റെ വെളിയിൽ നിന്ന് പെന്തക്കോസ്ത് പെരുന്നാളിന് വന്ന 7 പേരെ സെലക്ട് ചെയ്യണം. കാരണം
അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവർക്ക് കാര്യങ്ങൾ അവരോട് അവതരിപ്പിക്കാം. കാരണം ഒരു ലാംഗ്വേജാണ്. ഗോസ്പൽ പറയാൻ പോയിട്ടുള്ളവർക്കറിയാം ഏറ്റവും വലിയ ബാരിയർ എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ലാംഗ്വേജ് ആണെന്ന് പറയും. ഈ ലാംഗ്വേജിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഇങ്ങനൊരു കാര്യം ചെയ്തു. ഗ്രീക്ക് നാട്ടിൽ വളർന്ന പ്യുവർ യഹൂദന്മാരായ 7 പേരെ, അതിനകത്ത് ഒരാൾ യഹൂദ മതാനുസാരി എന്നാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജന്മം കൊണ്ട് യഹൂദനല്ല, മറിച്ച് യഹൂദന്മാരുടെ സ്നാനവും യഹൂദന്മാരുടെ സർക്കംസിഷനും യഹൂദന്മാരുടെ ലോയും ഒക്കെ അനുസരിച്ച് ഒരു പ്രോസ്ലൈറ്റ് ജൂ എന്ന് വിളിക്കാം. ആ നിലയിൽ ജീവിക്കുന്ന ഒരുവൻ്റെ കാര്യവും നമ്മൾ 6-ാം അധ്യായത്തിൻ്റെ 3 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ വായിക്കുന്നുണ്ട്. അങ്ങനെ 7 പേരെ സെലക്ട് ചെയ്യുന്നു. ആ 7 പേരിൽ ഒന്നാമത്തവൻ്റെ പേരാണ് സ്റ്റീഫൻ. ആ പേരിൻ്റെ അർത്ഥം സ്റ്റെഫനോസ്, ക്രൗൺ എന്നാണ് ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു പക്ഷേ തൻ്റെ ജീവിതം കൊണ്ട് പിന്നീട് ആ പദത്തിന് ഗ്രീക്ക് സംസാരിക്കുന്ന ആളുകൾ നൽകിയ മീനിങ് ആയിരിക്കാം, നമുക്കറിയാൻ പാടില്ല. അങ്ങനെ ഒരു ലാംഗ്വേജിലേക്ക് ആ പദം വന്നു കഴിയുമ്പോൾ കിരീടം എന്നൊരർത്ഥമാണ്. ശരിയാ, അത് വായിക്കുമ്പോൾ ഒരു കിരീടം പോലെ ശോഭിച്ച് ചുരുക്കം ചില നാളുകൾ കൊണ്ട് മറ്റാർക്കും വരുത്താൻ കഴിയാത്ത വലിയ സ്വാധീനം യഹൂദന്മാരുടെ ഗ്രീക്ക് സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ വളരെ കൃത്യമായി അവതരിപ്പിച്ചതിന് ശേഷം തൻ്റെ ശുശ്രൂഷ തികച്ച അക്കര നാട്ടിൽ പോയൊരു ഭക്തൻ. ആ മനുഷ്യനെ പറ്റിയാണ് ഇന്ന് രാത്രിയിൽ ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒരു 8 കാര്യം ഈ വായിച്ച വാക്യത്തിൽ നിന്ന് പറയണം. വളരെ പെട്ടെന്ന് ഞാൻ ചില കാര്യങ്ങൾ 6-ാം അധ്യായത്തിനകത്തു നിന്നൊരു 4 കാര്യവും 8 അല്ല 12 കാര്യമുണ്ട്. 7-ാം അധ്യായത്തിനകത്തു നിന്നൊരു 4 കാര്യവും 7-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തു നിന്ന് ഒരു 4 കാര്യവും ഞാൻ എല്ലാത്തിനും ഒരു 5 മിനിറ്റ് എക്സ്പ്ലനേഷൻ വെച്ച് തരാം. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ നമ്മുടെ ഇടയിൽ നെഗ്ലക്റ്റഡ് ബുക്സാണ്, മാർജിനലൈസ്ഡ് ബുക്കാണ്. കാര്യം ഇതാരോ ഒരെണ്ണം എഴുതി വെച്ചേക്കാണ് അന്ന് അവിടെ നടന്ന കാര്യം. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വമായിട്ട് നിങ്ങളോട് ചോദിച്ചാൽ ഈ 7-ാം അധ്യായമൊക്കെ എന്നെങ്കിലും ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടോ? ഏതാ കഴിഞ്ഞ 50 വർഷമായിട്ട് ഒരിക്കലെങ്കിലും. അത് ആരുടെയും കുഴപ്പമല്ല, അത് അങ്ങനെ അതിൻ്റെ എഴുത്തും ശൈലിയൊക്കെ എന്ത് ചെയ്തേക്കുന്നത്. നമുക്കിന്ന് ആ 7-ാം അധ്യായത്തിനെ ഞാനൊന്ന് ഫെമിലിയറാക്കി നിങ്ങളുടെ മുന്നിൽ തരാം. വായിക്കാൻ പറ്റും, സുഖമായിട്ട് വായിക്കാൻ പറ്റും. നമുക്ക് നോക്കൂ, അങ്ങനെ ഗ്രീക്ക് സംസാരിക്കുന്ന സ്റ്റീഫൻ, ഈ സ്റ്റീഫൻ്റെ കാര്യങ്ങളെ 6-ാം അധ്യായത്തിൽ അവതരിപ്പിക്കുന്നു. 6-ാം അധ്യായത്തിൽ തന്നെ പ്രശ്നം വളരെ സീരിയസ് ആകുന്നു. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിനകത്ത് ആ ജൂവിഷ് സുപ്രീം കോർട്ട് അല്ലെങ്കിൽ സന്നിഹിതരി സംഘം, ആ റിലീജിയസ് സുപ്രീം കോർട്ടിലെ മഹാപുരോഹിതൻ ചോദിക്കുക, ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? ഏതാ സ്റ്റീഫനെ മുന്നിൽ നിർത്തി കൊണ്ട് ചോദിക്കുക, ഈ പറയുന്നതൊക്കെ ശരിയാണോ? 54 വാക്യങ്ങൾ നീണ്ട ഒരു മറുപടി കൊടുത്തിട്ട് പറയുക, ഇതൊന്നും ശരിയല്ല. ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പം സന്നിഹിതരി സംഘത്തിലിരുന്ന ആളുകൾ അവർ കോപം കൊണ്ട് നിറഞ്ഞ ക്രൈസ്തവ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി. അത്ഭുതം എന്നാണെന്നറിയാമോ? ആ മരണം ഗോസ്പലിൻ്റെ ലോഞ്ചിങ് ആയിരുന്നു. 8-ാം അധ്യായം 1-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ മതി. നമുക്ക് അങ്ങോട്ടേക്ക് ഓടി വരാം. ഹൈ പ്രീസ്റ്റിൻ്റെ ചോദ്യങ്ങൾ, അതുകൊണ്ട് ഒരു ഔട്ട്ലൈൻ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, ഇവിടെ വായിക്കുമ്പോൾ നമ്മൾ സാധാരണ ഈ 6-ാം അധ്യായം ഡീക്കൻസ് ആണെന്നൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. ഡീക്കൻസ് അല്ലേ ചിലപ്പോഴൊക്കെ ദൈവദാസന്മാർക്കറിയാം. എന്നാൽ അങ്ങനെ ഒരു തസ്തികയൊന്നും അവിടെ ആയിട്ടില്ലായിരുന്നു. കാരണം ഇത് ആ വിധവമാരുടെ താൽക്കാലികമായ ചില കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തതാണ്. ഞാനിടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട്, ഭക്ഷണം വിളമ്പുന്ന കാര്യത്തിൻ്റെ സ്പിരിച്വൽ ക്വാളിഫിക്കേഷൻ അങ്ങനാണെങ്കിൽ ഒരു ഡീക്കനോ എൽഡറോ ആണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ആ ക്വാളിഫിക്കേഷൻ എത്ര ഉയർന്നതായിരിക്കും. ഇവിടെ 6-ാം അധ്യായത്തിനകത്ത് ലൂക്കോസ് ആത്മാവ് നിറഞ്ഞ, കൃപ നിറഞ്ഞ, ശക്തി നിറഞ്ഞ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ, വിശ്വാസം നിറഞ്ഞ, അതിലേക്ക് വരാം. ഈ കാര്യങ്ങളൊക്കെ പിന്നീട് പോള് ആത്മനിയോഗത്താൽ എഴുതുമ്പോൾ ആ ക്വാളിഫിക്കേഷനൊക്കെയാണ് എൽഡർക്ക് വേണ്ടി വെച്ചേക്കുന്നത്.
ആത്മാവ് നിറഞ്ഞവനായിരിക്കണം, ഇങ്ങനെ ഇടപെടുന്നവനായിരിക്കണം, സോഷ്യൽ സ്റ്റാറ്റസ് ഇതായിരിക്കണം, വീട്ടിലെ സ്റ്റാൻഡേർഡ് ഇതായിരിക്കണം, അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ക്വാളിഫിക്കേഷൻ ഇതായിരിക്കണം. ഇതിൻ്റെ മറ്റൊരു വേർഷനാണ് ഫസ്റ്റ് തിമോത്തിയും ടൈറ്റസിലും പോൾ ആത്മാവിനാൽ എഴുതി നമുക്ക് നൽകിയേക്കുന്നത്. എന്നാൽ ഈ ഭാഗം ലൂക്കോസ് എഴുതുമ്പോൾ, അല്ലെങ്കിൽ ദൈവസഭയെ ആരംഭിച്ചിട്ട് ചില ആഴ്ചകളോ മാസങ്ങളോ മാത്രമായപ്പോൾ ആ നിലയിലുള്ള ദൈവിക വെളിപ്പാടുകൾ അപ്പോസ്തലന്മാർക്ക് നൽകി തുടങ്ങിയിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. കാരണം ബൈബിളിൻ്റെ ആ റെവലേഷൻ എന്ന് പറഞ്ഞാൽ 66 പുസ്തകങ്ങൾ കൊണ്ട് യോഹന്നാൻ അവസാന പുസ്തകം എഴുതി അന്ന് അവിടെ തീർന്നപ്പോൾ ദൈവിക വെളിപ്പാടുകൾ ആ ബൈബിളിൻ്റെ സ്റ്റാൻഡേർഡ് ക്ലോസ് ചെയ്തതാണ്. ഇതെഴുതുമ്പോൾ അത് ക്ലോസ് ചെയ്യപ്പെട്ടിരുന്നില്ല. നോക്കൂ, അങ്ങനെ ഈ ന്യൂ ബിലീവറായ സ്റ്റീഫൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് വളരെ എന്താ പറയുക, ഹി വാസ് വെരി യങ്. വലിയ അറിവൊന്നുമില്ല. ഞാനിടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. പോളിനെ പറ്റി നമ്മൾ പറയുമ്പോഴേ, ശൗലെന്നാ ഇവിടെ വായിക്കുന്നത്, പറയുമ്പോഴേ നമ്മുടെ ചിന്ത ഒരു മഹാപണ്ഡിതനായിരുന്നു പഴയ നിയമത്തെ പറ്റിയൊക്കെ അല്ലേ, ഭയങ്കര അറിവായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റീഫനെ മറന്നുപോയേ? നിങ്ങൾ 7-ാം അധ്യായം വായിച്ചിട്ടുണ്ടോ? അബ്രഹാമിൻ്റെ വിളി മുതൽ നീതിമാനായവൻ്റെ മരണം വരെ ഒരു സർമ്മണകത്ത് ഉൾക്കൊള്ളിച്ച വലിയ പണ്ഡിതനായ സ്റ്റീഫൻ. അത് അത്ഭുതമാണ്. ഞാൻ കൊണ്ടുവരാം. പോളിനേക്കാൾ ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം സ്റ്റീഫൻ ഉണ്ടായിരുന്നു എന്നതാണ് തൻ്റെ മാർട്ടിടത്തിൻ്റെ ഒന്നാമത്തെ കാരണം. അതാണ് ഈ അധ്യായം നമുക്ക് വെളിവാക്കി നൽകുന്നത്. ഇവിടുത്തെ ഏറ്റവും രസകരമായ ഒരു കാര്യമുണ്ട്. ഈ സ്റ്റീഫൻ എന്നുള്ളത് പീറ്ററിനും പോളിനും ഇടയ്ക്കൊരു ബ്രിഡ്ജായിരുന്നു. 6-ാം അധ്യായം വായിക്കുമ്പോൾ സ്റ്റീഫനെ ചൂസ് ചെയ്യുന്നത് പീറ്ററിൻ്റെ ലീഡർഷിപ്പിലാണ്. 7-ാം അധ്യായം വായിക്കുമ്പോൾ സ്റ്റീഫനെ കൊല്ലുന്നത് പോളിൻ്റെ ലീഡർഷിപ്പിലാണ്. ഈ 6-ാം അധ്യായത്തിനകത്തും 7-ാം അധ്യായത്തിനകത്തും ഒരു ഭക്തൻ ഒരു ബ്രിഡ്ജ് പോലെ നിന്നിട്ട് യഹൂദന്മാർക്ക് മാത്രമായിരുന്നു എന്ന് അവർ കണക്കുകൂട്ടിക്കൊണ്ടിരുന്ന ദൈവരാജ്യത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, പോളിലൂടെ ജാതികളിലേക്ക് എത്തിക്കാൻ ഒരുവനെ ദൈവം കണ്ടു. ആ വ്യക്തിയുടെ പേരാണ് സ്റ്റീഫൻ. സ്റ്റീഫൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അദ്ദേഹം യഹൂദന്മാരോടല്ല ഗോസ്പൽ പറഞ്ഞത്, ജാതികളോടും അല്ല ഗോസ്പൽ പറഞ്ഞത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് ഒരു ബ്രിഡ്ജ് പോലെ നിന്ന ജാതികളുടെ ഇടയിൽ വളർന്നു വന്ന ഒരു ഹെലനിസ്റ്റിക് ജ്യൂസിനോടാണ് സ്റ്റീഫൻ ഗോസ്പൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നോ? അതുകൊണ്ട് ആ ഒരു ബ്രിഡ്ജായിരുന്നു ഇത്. നോക്കൂ, അങ്ങനെ ഈ കാര്യങ്ങൾ ആ ഫോറിൻ ജ്യൂസിനെ അദ്ദേഹത്തെ, അല്ലെങ്കിൽ സ്റ്റീഫൻ ഈ ഫോറിൻ ജ്യൂസിനെയാണ് ഇവാഞ്ചലൈസ് ചെയ്തത്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ഹി വാസ് ദ ഫോർറണ്ണർ ഓഫ് അപ്പോസ്റ്റൽ പോൾ. ഞാനിടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, വിശ്വാസത്താലാണ് രക്ഷയെന്ന് പോൾ ആദ്യം കേൾക്കുന്ന സ്റ്റീഫൻ്റെ പ്രസംഗത്തിലായിരിക്കാം. ന്യായപ്രമാണത്താൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുന്നില്ലെന്ന് പോൾ ആദ്യം കേൾക്കുന്ന സ്റ്റീഫൻ്റെ പ്രസംഗത്താലായിരിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റീഫൻ്റെ ഒരു പ്രസംഗമേ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. നിരവധി സന്ദേശങ്ങൾ അവിടെ ഉണ്ടായിട്ട് കാണണം. അതുകൊണ്ടാണല്ലോ സ്റ്റീഫനെ മഹാപുരോഹിതന് മുന്നിൽ വിസ്തരിക്കാനായിട്ട് കൊണ്ടുവന്നത്. ഒരെണ്ണം മാത്രമേ റെക്കോർഡ് ചെയ്ത് ഹോളി സ്പിരിറ്റ് നമുക്ക് നൽകിയിട്ടുള്ളൂ എന്നതാണ് അതിനകത്തെ പച്ചപരമാർത്ഥം. ഇവിടെ തൻ്റെ മാർട്ടിടം, ഈ പ്രഭാഷണത്തിന് ശേഷം താൻ മരിക്കുകയാണ്. ഹിസ് മാർട്ടിഡം ലോഞ്ച്ഡ് ദ ചർച്ച് ഇൻടു ദ ഹെലനിസ്റ്റിക് ജെൻറ്റൈൽ വേൾഡ്. അങ്ങോട്ടേക്ക് സഭ പോവുകയായിരുന്നു. ഇവിടെ ഏറ്റവും മനോഹരമായൊരു കാര്യമുണ്ട്. തീവ്രമായൊരു പ്രസംഗം. ഈ പ്രസംഗത്തിൽ പ്രത്യക്ഷത്തിൽ പോസിറ്റീവായ ഒരു റിസൾട്ടും ഇല്ല. ഒരുവൻ്റെ മരണം മാത്രം. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ സഭ ഇനി ഭൂമിയിൽ ഉണ്ടാകുമോ എന്നുപോലും ചിന്തിക്കേണ്ട അവസ്ഥ. കിട്ടിയതും കൊണ്ട് അന്നത്തെ വിശ്വാസികൾ, അവർക്ക് തിരുവെഴുത്തില്ല, എഴുതപ്പെട്ട ഒരു ലേഖനം അവരുടെ കയ്യിലില്ല. അപ്പോസ്തലന്മാർ പഠിച്ച
പഠിപ്പിച്ച ആ ചെറിയ അറിവായിട്ട്, ഇത് നീതിമാനായവരെയാണ് ഇവർ കൊന്നത് എന്ന ചെറിയ അറിവായിട്ട് വീടിൻ്റെ പിൻവാതിലിലൂടെ അവരെല്ലാവരും അവരുടെ നാട്ടിലേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം എബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിനകത്ത് എഴുത്തുകാരൻ പറഞ്ഞത്, നിങ്ങളുടെ പൂർവ്വകാലങ്ങളെ ഓർത്തു നോക്കുവിൻ, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചത് മാത്രമല്ല, സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു. 6-ാം അധ്യായമായിരിക്കണം ഇൻസിഡന്റ്. കാരണം ക്രൈസ്തവരുടെ ആദ്യത്തെ പീഡനം അവിടെയാണ് ആരംഭിക്കുന്നത്. എനിക്ക് ആ വാക്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് സമയമില്ല. ഞാൻ നിങ്ങൾക്കൊരു വഴി വെട്ടി നൽകുന്നത് മാത്രമേ ഉള്ളൂ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് റീഡ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട്. നോക്കൂ, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. സഭയ്ക്ക് പുറത്തേക്ക് പോകണം. എന്നാൽ ഈ സ്റ്റീഫൻ്റെ പ്രസംഗത്തിനകത്തെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഹി വാസ് എ വെരി യുണീക്ക് ക്യാരക്ടർ, അമേസിങ് കറേജ്. ഒരു മനുഷ്യനും ഇത്രയും ബോൾഡായിട്ട് പറയുമോ എന്ന് നമുക്ക് അത്രയും ക്ലാരിറ്റി ഇല്ല. പോളൊക്കെ സന്നിഹിത സംഘത്തിന് മുന്നിൽ നിൽക്കുമ്പം താൻ ആ കാര്യം ഒരു യഹൂദനായി നിന്നുകൊണ്ടാണ് താൻ സമർത്ഥിക്കുന്നത്. ഇവർ വിശ്വസിക്കുന്ന പോലെ ഞാനും മരിച്ചവരുടെ പുനരുത്ഥാനം ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ, പോൾ അവരോട് താതാത്മ്യപ്പെട്ടിട്ട് അവർ വിശ്വസിച്ച അതേ മശിഹയാണെന്ന് പറയുകയാണ് ചെയ്തത്. എന്നാൽ സ്റ്റീഫനോട് അങ്ങനെ ആയിരുന്നില്ല. ഭയങ്കര അമേസിങ് കറേജ് ആയിരുന്നു. ഓരോ കോംപ്രമൈസിനും തയ്യാറായില്ല. ഞങ്ങളെന്നും നമ്മളെന്നും ഒന്നും പറയുന്നില്ല, നിങ്ങൾ. അത്രയ്ക്ക് ബോൾഡായിരുന്നു. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊക്കെ വളരെ വളരെ പെട്ടെന്ന് ഓടി വരാം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഈ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 15 വരെ വായിക്കുമ്പോൾ ആ വാക്യങ്ങൾക്കകത്ത് 4 ചിന്തകളുണ്ട്. എൻ്റെ അഭിപ്രായമല്ല, എൻ്റെ ചിന്തകളല്ല. എനിക്ക് പേഴ്സണലി നിർബന്ധമുള്ള കാര്യമുണ്ട്. എൻ്റെ ഒപ്പീനിയൻ പറയാനുള്ള സ്ഥലമല്ല പുൾപിറ്റ്, എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്ഥലമല്ല എൻ്റെ പുൾപിറ്റ്. എൻ്റെ ചിന്തകളും പറയാൻ എനിക്ക് അനുവാദമില്ല. ഞങ്ങൾ ഇന്നലെ കർത്താനദാസനുമായിട്ട് വർത്തമാനം പറഞ്ഞപ്പോൾ ഓർക്കുകയായിരുന്നു, ഒരു ശുശ്രൂഷകൻ, ഒരു വചനത്തിൻ്റെ സ്റ്റിവാർഡ് എന്നുള്ളത് അദ്ദേഹം കുക്കല്ല, എൻ്റെ ഒപ്പം പറയണം, കുക്കല്ല, വെയിറ്റർ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ മഹാദൈവം നമുക്ക് നൽകിയേക്കുന്ന ഈ ദൈവാലോചന മെസ്സപ്പ് ചെയ്യാതെ കേൾവിക്കാരുടെ അടുക്കലെത്തിക്കുക എന്ന ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. നമുക്കറിയാമോ, അപ്പോസ്തല പ്രവൃത്തിയിൽ ഭക്തന്മാർ പ്രസംഗിച്ചപ്പോൾ 2 റെസ്പോൺസാണ് ഉണ്ടായത് എല്ലാ പ്രസംഗത്തിനും. ഒന്നെങ്കിൽ അവർ മാനസാന്തരപ്പെട്ടു, അല്ലെങ്കിൽ അവർ കോപിച്ചിറങ്ങിപ്പോയി. ഈ 2 റെസ്പോൺസ് അല്ലാതെ ഒരു മിഡിൽ കാറ്റഗറി ഉണ്ടായേക്കുന്നത് അരിയോപകുഞ്ഞാണ്. അത് ഇറങ്ങിപ്പോയതിന് തുല്യമായിരുന്നു. എല്ലാ വചന ശുശ്രൂഷയിലും ഈ 2 എഫക്റ്റ് ഉണ്ടാകുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുവനാണ് ഞാൻ. ഒന്നെങ്കിൽ നമുക്ക് മാനസാന്തരം ഉണ്ടാകണം, അനുതാപം ഉണ്ടാകണം, കർത്താവിനോട് ഏറ്റവും അടുക്കണം. അബൈഡ് ഇൻ മീ എന്ന് കർത്താവ് പറഞ്ഞ പോലെ അവനോട് ഏറ്റവും ചേർന്ന് വചന ശുശ്രൂഷയിൽ നമ്മൾ ഇരിക്കണം. അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞു പോകണം. ഇതിൻ്റെ ഇടയിൽ ഒരു ന്യൂട്രൽ പൊസിഷൻ കൊണ്ട് ദൈവത്തിന് യാതൊരു പ്രസാദവുമില്ല. ആ വ്യക്തിക്ക് രക്ഷയിലേക്ക് ഒരു മടങ്ങി വരവ് ഉണ്ടാകുകയില്ല. 4 ഭാഗങ്ങൾ 6-ാം അധ്യായത്തിനകത്തുണ്ട്. ഒന്നാമത്തേത് വളരെ എളുപ്പമാണ്. 1, ഹിസ് ചൂസിങ്, തൻ്റെ തെരഞ്ഞെടുപ്പാണ്. 2, ഹിസ് ക്യാരക്ടർ, അതല്പം വിശദീകരിക്കണം. 3, ഞാൻ അപ്പോൾ പറഞ്ഞ പോലെ ഹിസ് അമേസിങ് കറേജ്. 4, ഹിസ് കൗണ്ടനൻസ്. ഒന്നാമത്തേത് തൻ്റെ തിരഞ്ഞെടുപ്പാണ്, തന്നെ ദൈവം തിരഞ്ഞെടുക്കുന്നു. 2, തൻ്റെ സ്വഭാവമാണ്. 3, തൻ്റെ ധൈര്യമാണ്. 4, തൻ്റെ ആ മുഖത്തിൻ്റെ തേജസ്സാണ്. അങ്ങനെയാണ് 6-ാം അധ്യായം തീരുന്നത്. നമുക്ക് ഓരോന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നു. 6-ാം അധ്യായത്തിലേക്ക് നോക്കിയേ. ആകയാൽ അതിൻ്റെ 3, 5 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്ക് ആക്കാം എന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ വെച്ചേക്കുന്നത് ഹൈ ക്രൈറ്റീരിയയാണ്.
ആത്മാവ് നിറഞ്ഞ, ജ്ഞാനം നിറഞ്ഞ, കൃപ നിറഞ്ഞ, ലോകത്തിൽ ഒരാവറേജ് വിശ്വാസിക്ക് അവകാശപ്പെടാൻ കഴിയുന്നതിലും ഒരു ഹൈ ക്രൈറ്റീരിയ, റൈറ്റ്? അതോ അല്ലയോ? ഒരു ഹൈ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ലോക്കൽ ചർച്ച എത്ര അനുഗ്രഹമായിരുന്നു അല്ലേ? നമ്മുടെ കുടുംബം എത്ര അനുഗ്രഹമായിരുന്നു, നമ്മുടെ പേഴ്സണൽ ലൈഫ് എത്ര സന്തോഷമായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ നിലവാരമെങ്കിൽ ആ ഹൈ ക്രൈറ്റീരിയ വെച്ചിട്ട് 7 പേരെ ചൂസ് ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ 7 പേരെ ചൂസ് ചെയ്തപ്പോൾ അവരെത്രമാത്രം ആത്മീയത്തിൽ ഉയർന്നവരായിരുന്നു. ഞാൻ ആത്മീയത്തിൽ ഉയർന്നവരെന്നൊക്കെ പറയുമ്പോഴേ അവരെന്തോ സംതിങ് സ്പെഷ്യലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയല്ല, അത് ദൈവം അവരോട് കാണിച്ച കൃപയാണ്. ഞാനതുകൊണ്ട് പൊതുവേ ഈ പേഴ്സണൽ ഇൻറ്റിമസി വിത്ത് ദി ലോർഡ് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ, കർത്താവിനോട്. അത് ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ അല്പം മാറ്റി നിർത്തുന്നൊരു പദമാണ്. ആ പദം തെറ്റായതുകൊണ്ടല്ല, ആ വ്യക്തിക്ക് വളരെ പേഴ്സണൽ ഇൻറ്റിമസി കർത്താവിനോടുണ്ടെന്ന് പറഞ്ഞാൽ എന്തോ സംതിങ് ഒരു സ്പെഷ്യലാണെന്നൊരു തോന്നൽ എനിക്കങ്ങുണ്ടായി. വേദപുസ്തകത്തിൽ നോക്കിയപ്പോൾ അങ്ങനെ ഒരു പദമില്ല. അതിൻ്റെ ബിബ്ലിക്കൽ വേർഡ് എന്നാണെന്നറിയാമോ? അബൈഡ് ഇൻ ഹിം. അങ്ങനെ പറഞ്ഞേക്കുകയാണെങ്കിൽ അതൊരു സ്പെഷ്യൽ കാറ്റഗറി അല്ല, നമുക്കെല്ലാം ബാധകമാണെന്നൊരു അർത്ഥമല്ല അതിന് വരുന്നത്. അബൈഡ് ഇൻ ഹിം. അതുകൊണ്ട് എൻ്റെ ഒരു സജഷനാണ്, മറ്റേ പദത്തിന് ഒരു തെറ്റുമില്ല, ആ ക്വാളിറ്റി ഉള്ളവരോട് പറയുന്നതിനൊരു കുഴപ്പമില്ല, പക്ഷേ ബിബ്ലിക്കൽ വേർഡെന്നുള്ളത് അബൈഡ് ഇൻ ഹിം. ഇവിടെ ആ ഒരു ക്യാരക്ടറാണ്. ഇങ്ങനെ ഈ ക്വാളിഫിക്കേഷനൊക്കെയുള്ള 7 പേരെ സെലക്ട് ചെയ്യണം. ഈ 7 പേരെ സെലക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഹൈയസ്റ്റ് സ്പിരിച്വൽ ക്വാളിറ്റി ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ എൽഡേഴ്സിന് പോൾ എഴുതുകയാണ്, എൽഡേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഹിസ് ചൂസിങ്ങിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡേ ഓഫ് പെന്തക്കോസ്റ്റിൽ 3000 പേര് സ്നാനപ്പെട്ടല്ലേ. ചാപ്റ്റർ 3 അത് 5000 ആയെന്നാണ് വായിക്കുന്നത്, 5000. 6:1 എങ്ങനെയാണ് വായിക്കുന്നത് നോക്കിയേ. ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റുന്നില്ല. 7-ാം വാക്യത്തിൽ ദൈവവചനം പരന്നു, ശിഷ്യന്മാരുടെ എണ്ണം. ആ ലാംഗ്വേജ് ലൂക്കോസ് എഴുതിയേക്കുന്നുണ്ടോ? ഒരു മോഡേൺ ഹിസ്റ്റോറിയൻ പറഞ്ഞെന്നറിയാമോ? ലൂക്കോസിൻ്റെ അത്രയും ലോകോത്തര സഭാചരിത്രകാരൻ 1-ാം നൂറ്റാണ്ടിൽ ഇല്ലെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ കൊണ്ടുവരുമ്പോൾ ദൈവം എന്നോട് കരുണ കാണിച്ചാൽ ഞാൻ അതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം, ദൈവം എന്നോട് കരുണ കാണിച്ചാൽ. ഇവിടെ അങ്ങനെങ്കിൽ പെരുകി 3000-ആയി, 5000-ആയി, എണ്ണാൻ പറ്റാത്ത അത്രയായി പെരുകി തുടങ്ങി, ഏറ്റവും പെരുകി. ഇവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ ഫ്രേസ് എന്നാണെന്നറിയാമോ? വചനം പരന്നു, ശിഷ്യന്മാരുടെ എണ്ണം. പക്ഷേ ഇന്ന് അതിനൊക്കെ ഒരു മാറ്റം വന്നു. തിരുവെഴുത്ത് പറയുന്നിടത്ത് ആളില്ല. കാര്യം എന്നാണെന്നറിയാമോ? വരുന്നത് ഡിസൈപ്പിൾസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആൾ പറയുന്നത് കേട്ടോ. ഈ ഉദാഹരണം പറയാൻ പോയ പ്രസംഗം തീരുകയല്ല, അതുകൊണ്ട് പോകുന്നില്ല. ഓക്കെ, ഈ ഡാളസ് ടെക്സസിലേക്കൊക്കെ വരുമ്പോൾ എനിക്ക് ഒത്തിരി ഉദാഹരണം കിട്ടാറുണ്ട്. ഞാൻ ഇന്ത്യയിലെ ഉദാഹരണമെല്ലാം അവിടെ ഇട്ടിട്ടാണ് പോകുന്നേക്കുന്നത്. ഒന്നും അവിടുത്തെ പറയില്ല, എല്ലാം ഇവിടുത്തെ മാത്രമേ പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇന്ത്യയുടെ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകുകയില്ലായിരിക്കും, വർഷം ഒത്തിരി ആയില്ല ഇവിടെ ആയിട്ട്. അന്നേരം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ, ഈ 10,000-കണക്കിന് ആളുകളിൽ എങ്ങനെ 7 പേരെ ചൂസ് ചെയ്തു? അതാ ഞാൻ പറഞ്ഞ ഹിസ് ചൂസിങ്. ആ ചൂസ് ചെയ്ത സഭയുടെ ക്വാളിഫിക്കേഷൻ കണ്ടോ? അത്രയ്ക്ക് ക്വാളിഫൈഡ് ആയിരുന്നു. എന്ന് മാത്രമല്ല, ആ 7 പേരിൽ 1-ാമൻ സ്റ്റീഫനായിരുന്നു. ആ 7 പേരിൽ 2 പേരെ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. 1 സ്റ്റീഫൻ, 2 ഫിലിപ്പ്. ഫിലിപ്പിനെ ആക്സ് 21 വായിക്കുന്നത് ഫിലിപ്പ് ഇത് ഇവാഞ്ചലിസ്റ്റ് എന്നാണ്. ഞാനിങ്ങനെ ഇതിനെ മനസ്സിലാക്കുകയാണ്, ദൈവം ഏൽപ്പിച്ചതിൽ ഫെയ്ത്ത്ഫുൾ ആണെങ്കിൽ പിന്നീട് ദൈവം അധികം കാര്യത്തിന് വിചാരകനാക്കുകയാണ്. ഏൽപ്പിച്ചതിൽ വിശ്വസ്തനായാൽ ദൈവം അധികം കാര്യങ്ങൾക്ക് നമ്മെ വിചാരകനാക്കും. അതിലേക്ക് ഞാൻ അധികം പോകാതെ ഈ വാക്യത്തിലേക്ക് വരാം. ഇതാണ് തൻ്റെ ചൂസിങ്. 2 ഔട്ട് ഓഫ് thousands of men, thousands and thousands of men, that one single church chose 7 out of them. Among that 7, Stephen was the first. Unique character, amazing character, right?
രണ്ടാമത്തേത് ഹിസ് ചൂസിങ് ഫസ്റ്റ്, സെക്കൻഡ് ഹിസ് ക്യാരക്ടർ. ഇവിടെ ആ ക്യാരക്ടർ എന്താണെന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ട് അതിനെ അല്പം ഒന്ന് വിവരിക്കാം. 3-ാം വാക്യം വേഴ്സ് 3, ആത്മാവ് നിറഞ്ഞതായിരിക്കണം. 2, ജ്ഞാനം നിറഞ്ഞതായിരിക്കണം. 3, വിശ്വാസം നിറഞ്ഞതായിരിക്കണം. 4, പരിശുദ്ധാത്മാവ്. അത് മുകളിലത്തെ കാര്യം തന്നെയാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞതായിരിക്കണം. 8-ാം വാക്യം കണ്ടോ, കൃപ നിറഞ്ഞതായിരിക്കണം, ശക്തി നിറഞ്ഞതായിരിക്കണം. അങ്ങനെങ്കിൽ ഇത്രയുമാണ് തൻ്റെ ക്യാരക്ടർ. 7-ാം വാക്യം വരെ ആ 7 പേരുടെ കാര്യം പറഞ്ഞിട്ട് സ്റ്റീഫന് 7 ക്വാളിറ്റി ഉണ്ട് എന്ന 2 കാര്യം എക്സ്ട്രാ ചേർത്ത് പറഞ്ഞേക്കാണ്, കൃപയും ശക്തിയും നിറഞ്ഞ. അങ്ങനെയെങ്കിൽ ഞാൻ ഈ 5 കാര്യത്തെ ഓരോ വാചകത്തിൽ നിന്ന് വിവരിക്കാനായിട്ട് പോവാം. 1, ഹി വാസ് ഫുൾ ഓഫ് ഫെയ്ത്ത്. ആ ഫുൾ ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്ന് അറിയാമോ? തിരുവഴുത്തിൻ്റെ ഇവിടെ ആത്മാവ് നിറഞ്ഞ, കൃപ നിറഞ്ഞ, അത് പിന്നീട് ഞാൻ അധികം വിവരിക്കാതെ എല്ലാം മനസ്സിലാക്കാനായിട്ടൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ മേൽ എന്തെങ്കിലും നിറഞ്ഞാൽ അതായിരിക്കും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ആത്മനിറവ് ഇതിനകത്ത് വരുന്നുണ്ടെങ്കിലും ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ആത്മാവിനാൽ നടക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ബെസ്റ്റ് എക്സാമ്പിൾ അവിടെ കിടക്കുന്നത് അറിയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആത്മാവ് നിറഞ്ഞവനായി ഗലീല വിട്ട് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. കണ്ടോ, ആത്മ നിറവെന്ന് പറഞ്ഞാൽ ആത്മാവ് നടത്തും. അങ്ങനെങ്കിൽ ഫെയ്ത്ത് നിറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ ഇടയിൽ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു പദമാണ് ഈ വിശ്വാസം നിറഞ്ഞു. വിശ്വാസം, വിശ്വസിക്കു ബ്രദറെ അല്ലേ, അതൊരു ചില സൗണ്ടൊക്കെ മാറ്റി പറഞ്ഞാലേ നമുക്കൊരു സുഖം ഉണ്ടാകത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിറ്റിക്കകത്ത് മിസ്റ്റിക്കലായിട്ടും ഇമോഷണലായിട്ടും അങ്ങനെയുള്ളതായിട്ട് എനിക്കറിയാൻ പാടില്ല. ഇതെല്ലാം റിയലാണ്. അത് നമ്മുടെ ഒരു തോന്നലല്ല. പിന്നെ നമ്മൾ വിശ്വസിക്കുന്നത് ഇറ്റ് ഈസ് ഇൻ ദ സ്ക്രിപ്ചർ. തിരുവഴുത്തിനകത്തത് ഉണ്ട്. ഒരാളൊരു കാര്യം പറയുമ്പം നമ്മൾ ഈ ഡിസേൺമെൻ്റ് എന്ന് പറയത്തില്ലേ ബ്രദർ, ഡിസേൺമെൻ്റ് ഉണ്ടോ? എങ്ങനെ ഡിസേൺമെൻറ്റ്? ഇപ്പം ഞാനിവിടെ നിന്ന് പറയുമ്പോൾ അത് പുസ്തകത്തിന് ചേരാത്തതാണെന്ന് മനസ്സിലാകണമെങ്കിൽ ഡിസേൺമെൻറ്റ് തിരുവെടുത്താണ് നമ്മുടെ മെഷറിംഗ് റോഡ്. മനസ്സിലാവുന്നോ? ഇത് വെച്ചാൽ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്, അല്ലാതെ അതിന് പ്രത്യേകമൊരു സിദ്ധി നോ. ഇത് നമ്മുടെ അകത്തുണ്ടെങ്കിലുണ്ടല്ലോ, ഇത് കേൾക്കുമ്പോഴേ അറിയാം ദാറ്റ് ഈസ് നോട്ട് ഇൻ ദ സ്ക്രിപ്ചർ. അങ്ങനെയെങ്കിലും അത് തെറ്റാണ്. അത് ആര് പറഞ്ഞാലും തെറ്റാണ്. അങ്ങനെയെങ്കിൽ വിശ്വാസം നിറഞ്ഞു എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഇവിടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഈ അധ്യായങ്ങളിൽ തന്നെയുള്ളൊരു കാര്യം പറയാം. താൻ എന്താ വിശ്വസിച്ചതെന്ന് നോക്കിയാൽ മതി. എന്താ വിശ്വസിച്ചേ? 7:2 മുതൽ വായിക്കുമ്പം അബ്രഹാമിൻ്റെ കാലം മുതൽ സ്റ്റീഫൻ അങ്ങ് എടുക്കുകയാണ്. ഇവിടെ പഴയ നിയമത്തിൽ 75 എന്നുള്ളതിനെ സ്റ്റീഫൻ 70 എന്നൊക്കെ പറയുന്നൊരു കാര്യം ഇതിനകത്തുണ്ട്. അത് ഗ്രീക്കിലെ ട്രാൻസ്ലേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. കാര്യം അദ്ദേഹം ഹെലനിസ്റ്റിക് ജൂ ആണ്. ഞാനൊരു കാര്യം കൂടെ ഇടയ്ക്ക് പറയാം. പോള് സ്റ്റീഫനോട് ഇത്രയും ദേഷ്യപ്പെടാൻ കാര്യം എന്നാണെന്നറിയാമോ? പോള് ഹെലനിസ്റ്റിക് ജൂ ആണ്. അത് നിങ്ങൾക്ക് എൻ്റെ പ്രസംഗം കേൾക്കണമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്, ടൈപ്പ് ചെയ്താൽ ആ സന്ദേശം കിട്ടും. നോക്കി, അങ്ങനെ പറഞ്ഞതിലൊന്നും വിചാരിക്കല്ലേ, അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ. ശ്രദ്ധിച്ചോ? വാട്ട് ഡിഡ് ഹി ബിലീവ്ഡ്? എന്താ വിശ്വസിച്ചേ? ഒന്ന്, ഹി ബിലീവ്ഡ് ദ എൻറ്റയർ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ആസ് ഗോഡ്സ് വേർഡ്. അതാണ് 7-ാം അധ്യായം മുഴുവൻ. 2, ഗോഡ് ഈസ് ദ ഓഥർ ഓഫ് ഓൾ ഹിസ്റ്ററി. കാരണം ആ ദൈവത്തിൻ്റെ ആ ഡോമിനേഷനാണ് സ്റ്റീഫൻ്റെ എല്ലാ സെൻറ്റൻസിനകത്തുള്ളത്. 7-ാം അധ്യായം വായിച്ചാൽ മതി. 3, താൻ എന്താ വിശ്വസിച്ചെന്നറിയാമോ? ജീസസ് വാസ് 7-ാം അധ്യായത്തിൻ്റെ ആ വാക്യം 52-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇങ്ങനെയാണ് വായിക്കുന്നത്.
ശാഠ്യക്കാരും പരിശുദ്ധാത്മാവ് നിൽക്കുന്ന പ്രവാചകന്മാർ നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് മുന്നറിയിച്ചവരെ അവർ. അങ്ങനെങ്കിൽ നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. ഹി വാസ് ഫുൾ ഓഫ് ഫെയ്ത്ത്. ആ നീതിമാനായ കർത്താവിനെ സ്റ്റീഫൻ വിശ്വസിച്ചിരുന്നു എന്ന് മാത്രമല്ല, താൻ കാണുന്നൊരു കാഴ്ച ഉറക്കെ പറയുന്നുണ്ട്. അങ്ങനെങ്കിൽ ആ റിസറക്റ്റഡ് ആൻഡ് അസെൻഡഡ് ക്രൈസ്റ്റിനെ അവിടുന്ന് വിശ്വസിച്ചിരുന്നു എന്ന് മാത്രമല്ല, വേറെ ആരും ഒരിക്കലും അംഗീകരിക്കാത്ത ആ ആത്മനിറവ് സ്റ്റീഫൻ വിശ്വസിച്ചിരുന്നു. അത് വിളിച്ചു പറയുക. അങ്ങനെങ്കിൽ ഹി വാസ് ഫുൾ ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അന്ന് എഴുതപ്പെട്ട തിരുവെഴുത്തിനകത്ത് എന്തെല്ലാം ഉണ്ടോ, എന്തെല്ലാം പ്രോമിസ് അന്ന് യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ ആപ്ലിക്കബിൾ ആണോ, അതെല്ലാം തൻ്റെ ഹൃദയത്തിൽ കൊണ്ട് നടന്ന ഒരു മനുഷ്യൻ. ദൈവാത്മാവ് പറയുക, ഹി വാസ് ഫുൾ ഓഫ് ഫെയ്ത്ത്. നമ്മളോ? ഒരു ക്വസ്റ്റ്യൻ അവിടെ കിടന്നോട്ടെ. 2, ഇവിടെ ഹി ബിലീവ്ഡ് ഇൻ മസായ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഹി വാസ് ഫുൾ ഓഫ് സ്പിരിറ്റ്. 7-ാം അധ്യായത്തിൻ്റെ 55-ാമത്തെ വാക്യത്തിനകത്ത് ദൈവാത്മാവിൽ ആത്മാവ് നിറഞ്ഞവനായി. അതപ്പോൾ ഉണ്ടായൊരു കാര്യമായിട്ടല്ല വായിക്കുന്നത്, കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ ആയിരുന്നു എന്നൊരു അർത്ഥമാണ് ആ വാക്കിനുള്ളത്. കല്ലാറ് കൊള്ളാൻ നേരത്ത് മാത്രമല്ല, രക്ഷിക്കപ്പെട്ടപ്പോൾ മുതൽ ആത്മാവ് നിറഞ്ഞവനായി. ഹി വാസ് ഫുൾ ഓഫ് സ്പിരിറ്റ്. ഞാൻ അല്പം മുമ്പ് പറഞ്ഞ കാര്യം, ആത്മാവിൽ നിറഞ്ഞതുകൊണ്ട് നടത്തുന്നതും ആത്മാവാണ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. ആത്മാവ് നിറഞ്ഞവരായി. അതിൻ്റെ അർത്ഥം, വീഞ്ഞൊരുവൻ്റെ മേൽ നിറഞ്ഞാൽ വീഞ്ഞാണ് അവനെ നിയന്ത്രിക്കുന്നതെങ്കിൽ, ഒരുവൻ്റെ മേൽ ആത്മാവ് നിറഞ്ഞാൽ ആത്മാവാണ് അവനെ നിയന്ത്രിക്കുന്നത്. ഹി വാസ് ഫുൾ ഓഫ് സ്പിരിറ്റ്. ഒരുവൻ ആത്മാവിൽ നിറയാൻ കാര്യം എന്നാണെന്നറിയാമോ? ഹി വാസ് ഫുൾ ഓഫ് ഫെയ്ത്ത്. ഉള്ളി വചനമില്ലാത്തവൻ്റെ മേൽ ആത്മനിറവുണ്ടെന്ന് പറയുന്നത് ഫെയ്ക്കാണ്. വല്ലതും കേൾക്കുന്നോ ഞാൻ പറയുന്ന കാര്യം? എനിക്കറിയാം, നമ്മുടെ ആത്മനിറവിനൊക്കെ നമ്മൾ കഴിഞ്ഞ 20 വർഷമായിട്ട് വേറെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഷോ മീ ഫ്രം ദ ബൈബിൾ യുവർ ഡെഫിനിഷൻ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഹിയർ, അത് ആത്മനിറവല്ല. ഇതാണ് ആത്മനിറവ്. ആത്മാവ് നിറഞ്ഞു. വളരെ വളരെ വേഗം മുന്നോട്ട് പോകണം. അടുത്ത ആ ക്യാരക്ടറിനകത്ത് മറ്റൊരു കാര്യം, ഹി വാസ് ഫുൾ ഓഫ് സ്പിരിറ്റ്. കാരണം ഹി വാസ് ഫുൾ ഓഫ് ഫെയ്ത്ത്. ദൈവവചനം. കൊലോസ്യലേഖനത്തിൽ മനോഹരമായൊരു വാക്യമുണ്ട്, ക്രിസ്തുവിൻ്റെ വചനം സർവ്വ ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. വായിക്കുന്നില്ലേ? എങ്ങനെ പറയണ്ടേ? ഈ വളരെ വിശദീകരിക്കേണ്ടത് കൊണ്ട് അങ്ങനെ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഏറ്റവും കൺസൈസ് ആയിട്ട് പറയുന്നത്. ആ വചനം നമ്മുടെ മേലങ്ങ് റൂൾ ചെയ്യുകയാണ്. കൊലോസ്യർ 1 വായിക്കുന്നത് ദൈവവചനം എന്നാണ് പറയുന്നത്. അതിനെ 3-ാം അധ്യായത്തിൽ പോൾ എഴുതുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനം. തത്വത്തിൽ ഒന്നാണ് ദൈവവചനം. ഹി വാസ് ഫുൾ ഓഫ് ഫെയ്ത്ത്. അതുകൊണ്ട് ആത്മാവിനാൽ താൻ നിറഞ്ഞു. എങ്ങോട്ടും പോകാൻ പറ്റിയല്ല. ഇടത്തോട്ട് തിരിയുമ്പം ഉള്ളിലെ വചനത്താൽ ഹോളി സ്പിരിറ്റ് കയറി അങ്ങോട്ടിലേക്കും പോകാൻ പറ്റിയല്ല. അങ്ങോട്ട് നോക്കുമ്പം നോ. ദിസ് ഈസ് കോൾഡ് ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആ വാക്കങ്ങോട്ട് പറയാറുങ്ങുമ്പോൾ നോ. സ്റ്റീഫൻ ഓർക്കുക, ദൈവമേ, സ്റ്റീഫൻ അറിയാം ഇവിടെ നിന്ന് അപകടമാണ്, പക്ഷെ ആത്മാവ് പറഞ്ഞു ഒരു രക്ഷയില്ല, പറയണം. ഹി വാസ് ഫുൾ ഓഫ് ഫെയ്ത്ത്. ഹി വാസ് ഫുൾ ഓഫ് സ്പിരിറ്റ്. അടുത്തത്, ഹി വാസ് ഫുൾ ഓഫ് വിസ്ഡം. നിങ്ങൾ 6-ാം അധ്യായത്തിലേക്ക് വന്നേ. ഒരു 5 ഗ്രൂപ്പ് ആളുകളുടെ കാര്യം അവിടെ പറയുന്നുണ്ട്. ഞാനത് പിന്നെ വിവരിക്കാം, എൻ്റെ അടുത്ത കാര്യത്തിൽ വിവരിച്ച ആ കാര്യം പറയാം. ലിബർത്തീനർ എന്ന് പേരുള്ള പള്ളിക്കാർ, അങ്ങനെ 5 പേരുടെ കാര്യം പറഞ്ഞിട്ട്, ഈ 5 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 5 സ്ഥലങ്ങളിൽ യെരുശലേമിൽ ഫെസ്റ്റിവലിന് വന്നവരാണ്.
ഇവരുടെ എല്ലാം സിനഗോഗ് അവിടെ ഉണ്ട്. ഇവരുടെ എല്ലാ റെപ്രസെൻറ്റേറ്റീവിൻ്റെ മുന്നിലാണ് സ്റ്റീഫൻ നിൽക്കുന്നത്. അവരുടെ പ്രതിനിധിയായിട്ടാണ് ഹൈ പ്രീസ്റ്റ് ചോദിക്കുന്നത്, ഈ പറയുന്നതൊക്കെ ശരിയാണോ സ്റ്റീഫൻ? ഇപ്പം നിങ്ങൾക്കൊരു പിക്ചർ കിട്ടിയോ? ഈ 5 ഗ്രൂപ്പ് അവിടെ ഉണ്ട്. അതിൻ്റെ 10ാമത്തെ വാക്യം, എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും അവർക്ക് എതിർത്ത് നിൽക്കാൻ he was full of wisdom. They can't answer his argument. കാര്യം എന്നാ? full of faith, full of spirit. ഇത് രണ്ടോടെ ഉണ്ടെങ്കിൽ he was full of wisdom. ജ്ഞാനത്തിൻ്റെ ഗിഫ്റ്റ് എന്നൊക്കെ വായിക്കുന്നില്ലേ? ഇതാണ് അർത്ഥം. അല്ലാതെ ഒരു പ്രത്യേക സിദ്ധി കിട്ടുന്നോ? നോ. നിങ്ങൾക്ക് ഒരു സന്തോഷവും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ ഇതിനകത്തില്ലാത്തതെല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ ആവേശം കയറ്റിയിട്ട് പോയി. കർത്താവ് പിടി, ഒരു ദിവസം ഞാൻ അവിടെ നിൽക്കേണ്ടി വരുമെന്ന് എനിക്ക് 100% അറിയാം. ഒരു സെൻറ്റൻസ് പോലും പ്രതീക്ഷിക്കേണ്ട ഞാൻ പറയില്ല. ഞാൻ ഇന്നിങ്ങനെയാണ് 4.5 വർഷമായ സിയാറ്റിലെ സഭയുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരിൽ എല്ലാവർക്കും വേദവസം അറിയാൻ വരിലും ചില പാട്ട് പേടിയാണ് പാടാൻ. കാര്യം എന്നാണെന്നറിയാമോ? ഞാൻ പാടുന്നുണ്ടോ എന്ന് നോക്കും. എനിക്കെന്തോ അറിയാവുന്നതുകൊണ്ടല്ല, അങ്ങനെങ്കിലും കുറച്ച് കാലം പേടിയിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തിയോളജി ശാലമാണെങ്കിൽ നമ്മുടെ വർഷിപ്പ് ശാലമായിരിക്കും. ഞാൻ പറഞ്ഞ രാശി മനസ്സിലാവുന്നോ? നമ്മുടെ ഡോക്സോളജി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ആ ഡോക്സോളജി ഹൈ ആകണമെങ്കിൽ എൻ്റെ ഫുൾ ഓഫ് ഫെയ്ത്ത് ആകണം. എന്നാൽ മാത്രമേ എൻ്റെ ഹല്ലേലൂയ ദൈവപ്രസാദമാകുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കിയേ, അങ്ങനെയാണെങ്കിൽ ഈ ജ്ഞാനത്തോട് നിൽക്കാൻ ആർക്കും കഴിഞ്ഞില്ല. തൻ്റെ അടുത്ത ക്യാരക്ടർ എന്നാണെന്നറിയാമോ? ഹി വാസ് ഫുൾ ഓഫ് ഗ്രേസ്. ഇങ്ങനാണെങ്കിൽ ഈ ഫുൾ ഓഫ് ഗ്രേസ് എന്നുള്ളത് കൃപ നിറഞ്ഞു. മറ്റ് പല സ്ഥലങ്ങളിലും വായിക്കുന്നതിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നാണ് എൻ്റെ ഒരു ബോധ്യം ഈ പഠനത്തിൽ. അത് ഞാൻ വേദവസം നന്നായിട്ട് പറയുന്ന അധ്യാപകരിൽ നിന്ന് റെഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം എന്നാണെന്നറിയാമോ? സാൽവേഷനിൽ കിട്ടിയ ഗ്രേസോ ശുശ്രൂഷയിൽ ലഭിച്ച ഗ്രേസോ ഒന്നുമല്ല. ഇവിടെ എല്ലാവർക്കും സാൽവേഷനിലെ ഗ്രേസ് ഒരുപോലെ, റൈറ്റ്? നമ്മളെല്ലാം ഫുൾ ഓഫ് ഗ്രേസ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടെ. പക്ഷെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഈ ഗ്രേസ് എന്നുള്ളത് റിസീവ് ചെയ്ത ഗ്രേസിൻ്റെ കാര്യമല്ല, ഗീവ് ചെയ്ത ഗ്രേസാണ്. അത് ഈ ക്യാരക്ടർ വായിക്കുമ്പോൾ അറിയാം. 7-ാം അധ്യായത്തിൻ്റെ അവസാനം വായിക്കുമ്പം അങ്ങനെ ആ കൃപ നിറഞ്ഞ ഒരുവന് മാത്രമേ പറയാൻ കഴിയുള്ളൂ എന്ന നിലയിലുള്ള ചില വാചകങ്ങൾ സ്റ്റീഫൻ വെരി ക്ലിയർ ആയിട്ട് ബോൾഡായിട്ട് പറയുകയാണ്. ഹി വാസ് ഫുൾ ഓഫ് ഗ്രേസ്. അതിൻ്റെ ഓർഡർ നോക്കിയേ. വചനം നിറഞ്ഞാൽ ആത്മാവ് നിറയും. ഇത് രണ്ടുകൂടെ ചേർന്നാൽ ഫുൾ ഓഫ് വിസ്ഡം ആയിരിക്കും. ഇതൊരുവൻ്റെ അകത്തുണ്ടെങ്കിൽ ഹി വാസ് ഫുൾ ഓഫ് ഗ്രേസ്. ക്യാരക്ടർ അവരിൽ നിന്നൊഴുകുകയാണ്. ഫുൾ ഓഫ് ഗ്രേസ്. ഒരു കാര്യം കൂടെ നമ്മളോട് വായിക്കുന്നുണ്ട്, ഹി വാസ് ഫുൾ ഓഫ് പവർ. കാരണം അന്ന് ന്യൂ ടെസ്റ്റ്മെൻ്റ് എഴുതിയിട്ടില്ല. ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്നറിയാൻ നമുക്കിന്ന് പുസ്തകം എടുത്ത് നോക്കാം, അല്ലേ? അന്ന് യഹൂദന്മാരെങ്ങനെ മനസ്സിലാക്കുന്നത് ഈ പറയുന്നതൊക്കെ ശരിയാണോന്ന്? ദൈവം അവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഇതൊക്കെ ശരിയാണെന്ന് ഉറപ്പിച്ചു പോന്നു. അതായിരുന്നു വാലിഡേറ്റിംഗ് സൈൻ. മനസ്സിലാവുന്നോ? അങ്ങനെയല്ലേ നമ്മൾ ആ മാർക്ക് 16 വായിക്കുന്നത്? ഉറപ്പിച്ചു പോന്നു. സ്റ്റീഫൻ ഒരു പുതിയ സന്ദേശം പറയുക, ഇതാണ് റൈച്ചസ് വൺ, ഇതാണ് മശിഹ, മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് ഈ സന്ദേശം പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് അവിടെ ഉണ്ടാകുകയാണ്. ഇന്ന് ദൈവം ആ നിലയിൽ ഒരുപക്ഷെ ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷേ ആ സന്ദേശം കേൾക്കുമ്പോൾ ഇൻസ്പയർഡ് സ്ക്രിപ്ചർ തുറന്നു നോക്കുമ്പോൾ അറിയാം, ഇറ്റ് ഈസ് ഹിയർ. ഇതാണ് നമ്മുടെ വാലിഡേറ്റിംഗ് മെഷർ.
അന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളുമായിരുന്നു. ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ട്, അപ്പോസ്തലന്മാരും മാത്രം ചെയ്തുകൊണ്ടിരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ഡീക്കൻസ് ആയിട്ട് തിരഞ്ഞെടുത്ത ഈ സഹോദരന്മാരുടെ മേലും ദൈവകൃപ ചൊരിയുകയായിരുന്നു. വാലിഡേറ്റിംഗ് ദെയർ മെസ്സേജ് ഈസ് ട്രൂ. ആ ക്യാരക്ടറിൻ്റെ ഓർഡർ കണ്ടോ? ഫെയ്ത്ത്, ഫുൾ ഓഫ് സ്പിരിറ്റ്, full of wisdom, full of grace, and he was full of power. This is his character. മൂന്നാമത്തേത്, ഫിലിപ്പ് ഇതുപോലെ തന്നെ ആ ശക്തി വെളിപ്പെടുത്തുന്നുണ്ട് ചാപ്റ്റർ 7 കേട്ടോ. മൂന്നാമത്തെ പ്രത്യേകത 6-ാം അധ്യായത്തിൻ്റെ ഹിസ് കറേജ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, സ്റ്റീഫൻ്റെ ആ അമേസിങ് കറേജാണ് ചാപ്റ്റർ 6 and 7. ഞാൻ ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ആ കറേജ് എന്താണെന്നൊന്ന് പറയാം. വായിക്കുമ്പോൾ 500 സിനഗോഗ് അവിടെ ഉണ്ട്. 500 സിനഗോഗ്. എല്ലാ ഫെസ്റ്റിവലിനും വരുന്നവർ അവിടെയെല്ലാം ഗ്യാദർ ചെയ്താലേ അവരുടെ ലാംഗ്വേജിലെ സർവീസ് അവർക്ക് ലഭ്യമാകുകയുള്ളൂ. ഇവരിൽ പ്രധാനികളായ അല്ലെങ്കിൽ യഹൂദന്മാർ തിങ്ങിപ്പാർക്കുന്ന ചില സ്ഥലങ്ങളുടെ പേരാണ് 9-ാം വാക്യത്തിനകത്ത് നൽകിയേക്കുന്നത്. 6:9. ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുവനാണ് സ്റ്റീഫൻ. ഇനി ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. ലിബർത്തീനർ എന്ന പേരുള്ള പള്ളിക്കാരിലും, ഫ്രീഡ്മാൻ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത്. അത് അതിൻ്റെ ഹിസ്റ്ററി ഇത്രയേ ഉള്ളൂ. ഇവർ ഗ്രീക്ക് സ്പീക്കിംഗ് ജൂസ് ആയിരുന്നു. അവരെ റോമിലെ സീസർ സ്ലേവ്സ് ആയിട്ട് കൊണ്ടുപോയി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഫ്രീ ആയിട്ട് വിട്ടു. അത്രേ ഉള്ളൂ. അവർക്കും ഉണ്ട് സിനഗോഗ് അവിടെ. ഫ്രീഡ്മാൻ, അങ്ങനെ അവരുടെ പേര്. ലിബർത്തീനർ. മലയാളം ഈസ് ബെസ്റ്റ് ട്രാൻസ്ലേഷൻ. ഓക്കെ, ഇംഗ്ലീഷ് അതിനെക്കാട്ടും നല്ല മലയാളമാണ്. അവരൊരു നല്ല ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ മഹാപുരോഹിതൻ്റെ മുന്നിൽ സ്റ്റീഫൻ നിൽക്കുമ്പം ഇവരും ഉണ്ട് അതിനകത്ത്. വളരെ സരസാണ്. ഞങ്ങൾ സ്ലേവ്സ് ആയിരുന്നു, യാഹ്വേ ഞങ്ങളെ വിടുവിച്ചു, ഞങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്, ഞങ്ങൾ പെരുന്നാളിന് വന്നതാണ്, ഇവർ പറയുന്നില്ല ഇവൻ പറയുന്നെല്ലാം നുണയാണെന്ന് പറയാനായിട്ട് ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ട്. ലിബർത്തീനർ നോളജബിളാണ്, ഭയങ്കര എരിവാണ് അവർക്ക്. സ്റ്റീഫൻ്റെ ജ്ഞാനത്തിന് മുന്നിൽ ഒന്നുമില്ല. ഹി വാസ് ഫുൾ ഓഫ് ഫെയ്ത്ത്. ആ ഗ്രൂപ്പുകളെ പെട്ടെന്ന് പരിചയപ്പെടാം. കുറേനേക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും, ലിബർത്തീൻ പേരിലെ പള്ളിക്കാരിലും, കുറേനക്കാരിലും, അലക്സാന്ദ്രിയക്കാരിലും, കിലിക്ക, അങ്ങനെ വായിക്കുന്നത്. കുറേനക്കാരിലും. ആഫ്രിക്കയാണ് സ്ഥലം. അവിടെ നിന്നും ജ്യൂസുണ്ട് വന്നു. അലക്സാണ്ട്രിയയിൽ നിന്നുകൊണ്ട് ആൾ. അന്നത്തെ ഏറ്റവും വലിയ ലൈബ്രറി, റബ്ബനിക് ലൈബ്രറി അലക്സാണ്ട്രിയയിലായിരുന്നു. അവിടെ നിന്നുകൊണ്ട് ആൾ സുപ്രീം കോർട്ടിൽ ഇരിക്കുക. ഇങ്ങനെ സ്റ്റീഫൻ നിൽക്കുക, മഹാപുരോഹിത ഫ്രണ്ട് ഇരിക്കുക. അവിടെ പ്രധാനപ്പെട്ട ഒരാളുണ്ട്. അവിടെ അടുത്ത സ്ഥലമാണെന്ന് നോക്കിയേ, കിലിക്ക. എവിടെയെങ്കിലും പരിചയമുണ്ടോ ഈ പേര്? പൗലോസിൻ്റെ ടാർസസ് കിലിക്കിയല്ല. അങ്ങനെങ്കിൽ ആ കോൺഗ്രിഗേഷനിൽ ആരുമുണ്ട്? പോളുമുണ്ട്, ശൗലുമുണ്ട്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു ഡിബേറ്റ് ഏതാണെന്നറിയാമോ? സ്റ്റീഫനും പോളും തമ്മിലുള്ളതായിരുന്നു. ആർ യു വിത്ത് മീ? നമ്മളെത്ര എക്സൈറ്റഡ് ആയനെ അല്ലേ? പോള് ഫിലിപ്പിലേനൊക്കെ എഴുതുമ്പം ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, അതിനേക്കാൾ നോളജബിളായിരുന്നു സ്റ്റീഫൻ. വചനവായനയിലെ എൻ്റെ ഒരു ബോധ്യം ഞാൻ നിങ്ങളോട് പറയാം. സ്റ്റീഫൻ ജയിക്കാൻ കാര്യം എന്നാണെന്നറിയാമോ? പോളിനേക്കാൾ തൻ്റെ അറിവ് കൂടുതലായതുകൊണ്ടായിരിക്കണം നിർബന്ധമില്ല. ബട്ട് ഹീ ഹാസ് ദ ട്രൂത്ത്. അതാ കാര്യം. സത്യം സ്റ്റീഫന്റെ ഭാഗത്തായിരുന്നു. സ്റ്റീഫനെ പോള് കൊല്ലാൻ
തീരുമാനമെടുക്കാൻ കാര്യം എന്നാണെന്നറിയാമോ? അധികാരപത്രം വാങ്ങി എല്ലായിടത്തേക്കും പോയെന്ന് പറയാൻ കാര്യം അവിടെയുള്ള ആ എബ്രായ യഹൂദന്മാരുടെ അടുക്കിലേക്കല്ല പോയത്, ഗ്രീക്ക് സ്പീക്കിംഗ് ജൂസിന്റെ അടുക്കിലേക്കാണ് പോയത്. എന്തുകൊണ്ടാണ് 9-ാം അധ്യായത്തിനകത്ത് പോൾ റഷ് ചെയ്തു പോകുന്നത്? കാരണം അവിടെയെല്ലാം ഈ ഗോസ്പൽ എത്തിയിട്ടുണ്ട്. They all are speaking Greek. പോൾ ഓടുക. സ്റ്റീഫനെ കൊല്ലാൻ സമ്മതമാകാൻ കാര്യം എന്നാണെന്നറിയാമോ? We both are from same background. അതാണ് അതിനകത്തെ കാര്യം. എനിക്കത് വിവരിക്കാൻ പോയാൽ ഞാൻ 9-ാം അധ്യായത്തിലേക്ക് പോകേണ്ടി വരും. ഇവിടെ ഒരു 2 brilliant mind, Stephen and Saul. Finally, Stephen won that bet. അങ്ങനല്ലേ നമ്മൾ ആ ധ്വനി തന്നെയല്ലേ വായിക്കുന്നത്? ആ ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ ഡിബേറ്റിലായിരിക്കാം സ്റ്റീഫൻ പറഞ്ഞത്, ന്യായപ്രമാണത്താൽ ഒരു ജഡവും ശൗല് തകർന്നു പോയി കാണും. ഞാൻ അങ്ങനത്തെ ഒരു 7 കൂട്ടം കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, സമയമില്ലല്ലോ. He was full of courage. നോക്കൂ, ആ കറേജിൻ്റെ തെളിവാണ് 7-ാം അധ്യായത്തിനകത്തെ തൻ്റെ പ്രഭാഷണം. 7-ാം അധ്യായത്തിനകത്തെ തൻ്റെ പ്രഭാഷണം. ഇവിടെ 5 ഗ്രൂപ്പ് ആളുകളാണ് സ്റ്റീഫനെതിരെ നിൽക്കുന്നത്. സ്റ്റീഫനെതിരെ നിൽക്കുമ്പം അവർ ഭയങ്കരമായിട്ട് സ്റ്റീഫനെ ബ്ലാസ്ഫെയിം അല്ലെങ്കിൽ ദൈവദൂഷകൻ എന്ന് മുദ്രകുത്തുകയാണ്. 4 കാര്യമാണ് അവിടെ മുദ്രകുത്തുന്നത്. 4 കാര്യം. ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നു. വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിക്കുന്നു. സ്റ്റീഫന് അന്നത്തെ എല്ലാ സാഹചര്യവും അറിയാം. കാരണം ഈ സന്ദേശം പറഞ്ഞാൽ അപകടം ഉറപ്പാണെന്ന് സ്റ്റീഫൻ അറിയാം. കാരണം എന്നാണെന്നറിയാവോ? പീഡനം 6-ാം അധ്യായത്തിലല്ല തുടങ്ങുന്നത്, ചാപ്റ്റർ 3 മുതൽ ഇത് കാണാം. അവിടെയാണ് തൻ്റെ കറേജ് എന്നുള്ളത്. അവിടെയാണ് തൻ്റെ കറേജ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. സ്റ്റീഫൻ ഇതങ്ങോട്ട് പ്രസംഗിച്ച് കഴിഞ്ഞപ്പം അവർ അജിറ്റേറ്റഡായി. അന്ന് ഒരു കോംപ്രമൈസ് നടത്തിയേക്കാന്ന് വിചാരിച്ചോ? ഇല്ല. ഏറ്റവും മനോഹരമായൊരു കാര്യം എന്നാണെന്നറിയാമോ? 4 കാര്യം ആ സ്റ്റീഫന് നേരെ ഇവർ ആരോപിച്ച 4 കാര്യം. ഒന്ന്, ഹീസ് ബ്ലാസ്ഫെയിമിങ് എഗെയിൻസ്റ്റ് മോസസ്, എഗെയിൻസ്റ്റ് ഗോഡ്, എഗെയിൻസ്റ്റ് ലോ ആൻഡ് എഗെയിൻസ്റ്റ് അവർ ടെമ്പിൾ. അങ്ങനെങ്കിൽ 7-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ഈ 4 കാര്യം അല്ല എന്ന് സ്റ്റീഫൻ സമർത്ഥിക്കുകയാണ് 7-ാം അധ്യായം. അത് വെരി ഓർഡറുമാണ്. ഇതാ ഞാൻ പറഞ്ഞ 7-ാം അധ്യായം വായിക്കാം. ആദ്യത്തെ ഭാഗം സ്റ്റീഫൻ പറയാം. എവിടുന്നാ തുടങ്ങുന്നേ? അബ്രഹാമിനെ വിളിച്ചു. ഈ പാസേജിൽ ഏറ്റവും അധികം എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന മോശയെ പറ്റിയാണ്. അത് നമ്മുടെ പാട്രിയാർക്കാണെന്നാണ് സ്റ്റീഫൻ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്നാ അറിയാമോ? ഞാനല്ല മോശയ്ക്കെതിരെ ബ്ലാസ്ഫേമി പറയുന്നത്. ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്നെ എന്നറിയാമോ? ടേബിള് തിരിച്ചിട്ടം കൊടുത്തു. അതാണ് സംഭവം. ഈ പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ ലിസണേഴ്സ് വാസ് സോ ഹാപ്പി. അവരിങ്ങനെ കേട്ടോണ്ടിരിക്കുക, വളരെ സ്മൂത്തായിട്ട് പോവുക. ഒടുവിലേക്ക് വന്നു കഴിഞ്ഞപ്പം മോശയ്ക്കെതിരെ ഞാൻ പറഞ്ഞില്ല, നിങ്ങളാണ് പറഞ്ഞത്. ദൈവത്തിനെതിരെ ഞാൻ പറഞ്ഞില്ല, തേജോമയനായ ദൈവമാണ് നമ്മുടെ പിതാവിനെ അന്ന് വിളിച്ചതെന്നാണ് പറഞ്ഞു തുടങ്ങുന്നേ. ലോയ്ക്കെതിരെ ഞാൻ പറഞ്ഞില്ല,
ദൈവത്തിന്റെ ദൂതന്മാർ മുഖാന്തരം നമ്മുടെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ആലയത്തിനെതിരെ ഞാൻ പറഞ്ഞില്ല. ശലോമോൻ ഇങ്ങനെയാണ് നമ്മോട് പറഞ്ഞത്: മനുഷ്യനിർമ്മിതമായ കൂടാരങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. ആകാശം ദൈവത്തിന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. ഇത്രയും അങ്ങോട്ട് പറഞ്ഞിട്ട് ടേബിൾ തിരിച്ചിട്ട് കൊടുത്തപ്പോൾ they agitated. ഇതാണ് ചാപ്റ്റർ 7. ലൂക്കോസിന്റെ എഴുത്തിന്റെ മനോഹരത്വം, റൈറ്റ്? ബ്യൂട്ടിഫുൾ ആണ്, ബ്യൂട്ടിഫുൾ. ഇത് പറഞ്ഞ നിങ്ങൾ ആ 47-47 വന്ന് നോക്കി. എനിക്ക് അങ്ങനെ പറഞ്ഞു പോകാനേ പറ്റത്തുള്ളൂ. ശലോമോൻ അവനൊരു ആലയം പണിത്, അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ലതാനും. സ്വർഗമെനിക്ക് സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എൻ്റെ വിശ്രാമ സ്ഥലവും ഏത്? ഇതൊക്കെയും എൻ്റെ കൈയല്ലയോ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറയുന്നുവല്ലോ. ഞങ്ങളുടെ ആലയത്തിനെതിരെ സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ സ്റ്റീഫൻ്റെ കൺക്ലൂഷനാണ് കേട്ടോ അത്. എനിക്ക് മറ്റ് 3 കാര്യം വായിക്കാൻ സമയമില്ല. ഞാൻ എൻ്റെ ചർച്ചിലെ യങ്സ്റ്റേഴ്സിനോട് ചോദിച്ചാൽ പറഞ്ഞു, പാസ്റ്ററെ 7 അധ്യായം വായിച്ച് പ്രസംഗിച്ചാൽ ബോറായിരിക്കും, അതുകൊണ്ട് ആ സമ്മറി അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിള്ളേരാ അത്രയും പറഞ്ഞല്ലോ, സ്തോത്രം. 7 ആ ഓർഡർ കണ്ടോ? സ്റ്റീഫന് നേരെ പറഞ്ഞ 4 ആരോപണവും സ്റ്റീഫൻ തിരിച്ചു വെച്ച് ഇതാണ്. എന്നിട്ട് സ്റ്റീഫൻ്റെ കൺക്ലൂഡിങ് റിമാർക്ക് കണ്ടോ? 31 വാക്യം, 51 വാക്യം. ശാഠ്യക്കാർ എന്ന് പറഞ്ഞാൽ സ്റ്റിഫ് നെക്കട്ട്, തിരിയല, അതതിൻ്റെ അർത്ഥം. ശാഠ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര അങ്ങോട്ട് ശരിയാവില്ല. സ്റ്റിഫ് നെക്കട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, സ്റ്റവേണ. മഹാപുരം പറഞ്ഞാൽ റോമൻ കാത്തലിക്സിൽ ടീച്ചിങ് ഉണ്ട്, എനിക്ക് പറയാൻ സമയമില്ല. ഞങ്ങളുടെ കൗൺസിലിൽ നിങ്ങൾക്ക് 1 കണ്ണേ ഉള്ളെന്ന് പറഞ്ഞാൽ 2 കണ്ണുണ്ടെങ്കിൽ 1 കണ്ണേ ഉള്ളൂ. അതാ സ്റ്റിഫ് നെക്കട്ട്. ഗോട്ട് ഇറ്റ്? ഹൃദയത്തിന് ചെവിക്കും പരിച്ഛേദന. അത് ഭയങ്കര പ്രശ്നം. ആ ഒരു പ്രയോഗം, ഹൃദയപരിച്ഛേദന ഇല്ലാത്തവർന്ന് സ്റ്റീഫൻ വിളിക്കുക. സ്റ്റീഫനെ അവർ വിളിച്ചുകൊണ്ടിരുന്നത് ഇത്ര നേരം. ഞാൻ എങ്ങനെ പറഞ്ഞാലും തീരത്തില്ല, ഞാൻ എവിടെ പോയാലും തീരത്തില്ല. ഞാനിങ്ങനെ സമ്മറി ചെയ്ത് പറയാം. ഈ നിൽപ്പ് എവിടാന്നറിയാമോ? ചില മാസങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് ഇതേ ബ്ലാസ്ഫമി ആരോപണത്തെ നേരിട്ട് ഒരുവൻ നിന്നിരുന്നു. ഇതേ ഗ്രൂപ്പ് അന്നും പെന്തക്കോസ്ത് പെരുന്നാളിന് അതിന് 50 ദിവസം മുമ്പത്തെ പെസഹായ്ക്ക് വന്നവർ അന്നും ജെറുസലേമിൽ ഈ 500 സിനഗോഗിൽ ഗ്രീക്ക് സംസാരിക്കുന്നവർ കൂടുന്നുണ്ട്. അവരെല്ലാവരും കേൾക്കെ ഒരു മഹാപുരോഹിതൻ ഒരു നീതിമാനായവനോട് ചോദിച്ചു, ഇതൊക്കെ ശരിയാണോ? നീതിമാനായവൻ ഉത്തരവ് എന്നാന്നറിയാമോ? മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നീ കാണും. ഇൻ ദാറ്റ് സെയിം കോർട്ട്, ആ സെയിം ബ്ലാസ്ഫമി, അതേ ആരോപണം, അതേ മഹാപുരോഹിതൻ, അതേ ഗ്രൂപ്പ്, സ്റ്റീഫൻ അവിടെ നിൽക്കുക. അന്ന് ആ നീതിമാനായവൻ വിളിച്ചു പറഞ്ഞത് സ്റ്റീഫൻ പറയുക, ഞങ്ങൾ കാണുന്നു. ഹല്ലേലൂയ. ഞാനത് അതിലേക്ക് ഓടി വന്നങ്ങ് നിർത്താം. ഇവിടെ സ്റ്റീഫൻ ഒരു കൺസെഷനും ഇല്ല. 52 വാക്യം, പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ള നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നു കളഞ്ഞു. ഈ എന്നാ ഷാർപ്പല്ലേ! സ്റ്റിഫ് നെക്കഡാണ്, തിരിയല, 1 കണ്ണേ ഉള്ളെന്ന് പറഞ്ഞാൽ 1 കണ്ണേ ഉള്ളൂ, പരിച്ഛേദന ഇല്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ വാക്യോ, നോട്ട് ഓൾ ഇസ്രയേൽ ആർ ഇസ്രയേൽ. അതൊരു വാക്യമാണത്. സെയിം. ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ആളുകളുടെ പ്രതികരണം മാറി, വയലൻ്റായി, പ്രശ്നമായി. ആ പ്രസംഗം എന്താ പറയുക, അതങ്ങ് അവരുടെ അകത്തങ്ങ് തീപിടിച്ചു. 53 വാക്യം, മനോഹരമായ കൺക്ലൂഷൻ. അവന് നിങ്ങളിപ്പോൾ ദ്രോഹികളും കൊലപാതകരുമായി തീർന്നു.
നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് 4 ആരോപണം അങ്ങോട്ടങ്ങ് പറഞ്ഞു. ഇനി നിങ്ങൾ പറ, ആരാ ബ്ലാസ്ഫേമിങ് ഗോഡ്? ഇതൊക്കെ ഉള്ളത് തന്നെയാണെന്നാ സ്റ്റീഫനോട് ചോദിച്ചല്ലേ. സ്റ്റീഫൻ പറഞ്ഞു, ഉള്ളതാ, എനിക്കല്ല നിങ്ങൾക്ക്. പ്രഭാഷണം തീർന്നു. 54-ാം വാക്യം, ഇതൊക്കെ ഉള്ളത് തന്നെയാണോ എന്ന് ചോദിച്ചവർ പറയാ, ഞങ്ങളത് കേട്ടപ്പോൾ. കേട്ടു, മുഴുവൻ കേട്ടു. ഇത് കേട്ടപ്പോൾ ഞാനങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് 6-ാം അധ്യായം തീർത്തിട്ട് പോകാം. നോക്കിയേ, ഹിസ് ചൂസിങ് തൗസൻഡ്സിൽ നിന്ന് അതിലൊന്നാമൻ. ഹിസ് ക്യാരക്ടർ, ഫെയ്ത്ത്, സ്പിരിറ്റ്, വിസ്ഡം, ഫ്ലോയിങ് ഗ്രേസ് ആൻഡ് ഫുൾ ഓഫ് പവർ. ഹിസ് കറേജ്. മഹാപുരോഹിതൻ നിൽക്കുന്ന ആ സദസ്സിൽ അന്ന് യേശുവിനെ ജഡ്ജ് ചെയ്ത ആ കോൺഗ്രിഗേഷൻ നടുവിൽ നിന്നുകൊണ്ട് പറയാം, ഞാൻ കാണുന്നു. സോദരം, full of faith, he believed. തൻ്റെ കറേജാണ്. സ്റ്റിഫ്-നെക്കഡ്, ശാഠ്യക്കാർ, ഹൃദയപരിച്ഛേദനയില്ലാത്തവർ, നീതിമാനായവന്റെ വരവിനെ കുറിച്ച് പറഞ്ഞ ഏവരെ നിങ്ങളുടെ പിതാക്കന്മാർ കൊല്ലാതിരുന്നിട്ടുള്ളൂ. ഇത് കേട്ടപ്പോൾ ഹിസ് കറേജ്. ബ്ലാസ്ഫേമിയാണ് ഇവൻ പറയുന്നത്. നസറായന്റെ ആലോചനയാണ് ഇവൻ ഇവിടെ വിളമ്പുന്നത് എന്ന് പറഞ്ഞെടുത്ത് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി തൻ്റെ 4-ാമത്തെ കാര്യം, ഹിസ് കൗണ്ടനൻസ്. ഏതാ? 6-ാം അധ്യായം അവസാന വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ന്യായാധിപസംഘത്തിൽ ഇരുന്നവരെല്ലാവരും അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ എന്ന് പറഞ്ഞാൽ, God is validating Stephen. He is my servant. ഞാൻ ആരംഭത്തിൽ പറഞ്ഞായിരുന്നല്ലോ, ഇത് ശരിയാണെന്ന് അറിയാൻ എഴുതിയൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ എന്നാ, ഇതാ സംഭവം. സ്തോത്രം. ഇവർക്ക് ഇങ്ങനൊരു അനുഭവം അറിയാം. ഇവരേറ്റവും ആവേശം കൊള്ളുന്ന മോസസ് അന്ന് അല്പസമയം കൂടി ഇരുന്നപ്പം ഇവർ വായിച്ചിട്ടുണ്ട്, 39 പുസ്തകവും ദൈവവചനമായിട്ട് ഇവർ കൊണ്ടു നടക്കുന്നവരാ. ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് കൊണ്ടു നടക്കുന്നവരാ. സെയിം കാണുക, ഹിസ് കൗണ്ടനൻസ്. അതിനകത്ത് മനോഹരമായൊരു കാര്യമുണ്ട്. സ്റ്റീഫൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ദിസ് ഈസ് നോട്ട് എ ഫ്രണ്ട്ഷിപ്പ് ഇവാഞ്ചലിസം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ സാധനം? ഇപ്പോൾ 8:30 ആയി, താങ്ക് ഗോഡ് അല്ലേ? നിർത്താം. എനിക്ക് ഇച്ചിരി കൂടെ അലവൻസ് തന്നിട്ടുണ്ട് കേട്ടോ പോവാൻ. അല്ല, എനിക്ക് എബ്രായ ലേഖനത്തിൽ എഴുത്തുകാരൻ പറഞ്ഞ പോലെ നമ്മുടെ ബലഹീനതകളെ സമാധാനം കാണിക്കുന്ന മഹാപുരോഹിതൻ എന്ന് വായിക്കുന്നില്ലയോ? ഇവിടെ തൻ്റെ മുഖം ദൂതനെ പോലെ, അതെങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല അല്ലേ? ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദാറ്റ്. കാരണം അത്ര എഴുതി വെച്ചിട്ടുള്ളൂ. ബൈബിൾ പഠിക്കുന്നൊരു ചർച്ച എങ്ങനെ ആയിരിക്കണം എന്നറിയാം. എഴുതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ അനുവാദമില്ല, അത്രേ ഉള്ളൂ. അതിനൊരു ഉദാഹരണം പറയാം. മോശയ്ക്ക് അങ്ങനെ ഒരു കാര്യം. 12-ാം അധ്യായത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പം ഒരു വെളിച്ചം അവിടെ എന്ത് ചെയ്തു? 9-ാം അധ്യായത്തിനകത്ത് ദൈവപ്രത്യക്ഷം ഉണ്ടായപ്പം ആർക്കും മനസ്സിലാവുന്നതിനപ്പുറം മിഡിൽ ഈസ്റ്റിലെ സണ്ണിയേക്കാളുള്ളൊരു വെളിച്ചം. റൈറ്റ്? സെയിം. തൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ. ഗോഡ് ഈസ് വാലിഡേറ്റിംഗ് ഹിസ് സെർവന്റ്. ദൈവം അപ്രൂവ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ തേജസ് കണ്ടപ്പോഴാണ് മഹാപുരോഹിതൻ പറയുന്നത്, ഇതൊക്കെ ശരിയാണോ? 7-ാം അധ്യായത്തിനകത്തൊരു 8-ാം അധ്യായം 4 കാര്യം. ആ 4 കാര്യം ഏതാ? ലോയ, മോസസ്, ടെമ്പിള്, ഗോഡ്. അത് നിങ്ങളത് വായിച്ചു നോക്കണേ പ്ലീസ്. പ്രൈസ് ദി ലോർഡ്.
7-ാം അധ്യായത്തിൻ്റെ അവസാനം ഒരു 4 കോൺട്രാസ്റ്റ് ഉണ്ട്. അത് ഞാൻ പിന്നെ എപ്പോഴേലും പ്രസംഗിച്ച് കേൾപ്പിക്കാം. ഇപ്പോൾ എനിക്കത് പറയാൻ സമയമില്ല. സ്റ്റീഫനും യോഹന്നാനും തമ്മിലുള്ള 4 കോൺട്രാസ്റ്റ് എന്താണെന്നറിയാമോ? ഒരു ഗ്രൂപ്പ് ഫിൽഡ് വിത്ത് ആങ്കർ. സ്റ്റീഫൻ ഹി ഫിൽഡ് വിത്ത് സ്പിരിറ്റ്. അതൊരത്ഭുതമല്ലേ? ഒരു ഗ്രൂപ്പ് മുഴുവൻ, പോൾ ഉൾപ്പെടെയുള്ളവർ ഫിൽഡ് വിത്ത് ആങ്കർ. നിശ്വസിച്ചുകൊണ്ട് അങ്ങനെ വായിക്കുക പറഞ്ഞാൽ തൻ്റെ ആ ബ്രീത്തിങ് പോലും കിൽ ദം. 22-ാം അധ്യായത്തിൽ പോള് ആ ടെസ്റ്റിമണി പറയുന്നുണ്ട്. സ്റ്റീഫനെ കൊന്നപ്പോൾ പോളിൻ്റെ കാൽക്കൽ വസ്ത്രം വെക്കാൻ കാര്യം എന്നാണെന്നറിയാമോ? അതിന് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് തന്നെ ഒരു മാതൃകയുണ്ട്. അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് പണം വെച്ചെന്ന് 4-ാം അധ്യായത്തിൽ വായിക്കുന്നില്ല. എന്താ അർത്ഥം? ദേ ആർ ദ അതോറിറ്റേറ്റീവ് പേഴ്സൺ. അതാണ് അതിൻ്റെ അർത്ഥം. ശൗലിൻ്റെ കാൽക്കൽ വസ്ത്രം വെച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? കാരണം ഹീസ് ഫ്രം സിലിസിയ, ഫ്രം ജൂവിഷ് ഡയോസ്പോറ, ഹെലനിസ്റ്റ്. he is the leader of Hellenistic Jews. Got it? ഒന്നാമത്തെ കോൺട്രാസ്റ്റ്, ഒരു ഗ്രൂപ്പ് കോപം കൊണ്ട് നിറഞ്ഞു. സ്റ്റീഫൻ ഫിൽഡ് വിത്ത് സ്പിരിറ്റ്. അതൊക്കെ വളരെ 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 കാര്യം അതിനകത്ത് കിടക്കുക പറയാൻ. രണ്ടാമത്തെ കോൺട്രാസ്റ്റ് എന്താണെന്നറിയാമോ? They are full of blind. എന്നാൽ സ്റ്റീഫൻ്റെ ആ കാഴ്ച, he is full of sight. പിതാവിൻ്റെ വലത്തുഭാഗത്ത് പുത്രൻ നിൽക്കുന്നതും ഞാൻ കാണുന്നു. അന്ന് മഹാപുരോഹിതൻ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞില്ലേ, നിങ്ങൾ കാണുന്നേ കണ്ട കാഴ്ച വിളിച്ചു പറയുകയാണ് ഒരുവൻ ഇവിടെ വന്ന. സെയിം പ്ലേസ്. ഏദനിൽ ആദാം കണ്ട, മെസപ്പൊട്ടോമിയയിൽ അബ്രഹാം കണ്ട, മലയിൽ മോശ കണ്ട, മരുമലയിൽ 3 അപ്പോസ്തലന്മാർ കണ്ട, വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കണ്ട ആ മഹാദൈവത്തെ സ്റ്റീഫൻ കാണുകയാണ്. ഒരു വ്യത്യാസം, പിതാവിൻ്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന പുത്രൻ. നമ്മൾ ആരംഭത്തിൽ വായിക്കുന്നത് ഇരിക്കുന്ന പുത്രൻ എന്നല്ലേ. എന്താ എഴുന്നേറ്റ് നിൽക്കുന്നേ? നമുക്ക് മനസ്സിലാക്കാവുന്നൊരർത്ഥമുണ്ട്. എൻ്റെ സെർവൻറ്റിനെ സ്വീകരിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന. നമ്മളൊരു ഉപമയ്ക്കകത്ത് വായിക്കുന്നില്ലേ, നിങ്ങളുടെ പണം ഗോസ്പൽ വർക്കിന് കൊടുത്താൽ അതിലൂടെ രക്ഷിക്കപ്പെടുന്ന ആളുകൾ നിത്യകൂടാരങ്ങളെ നിങ്ങളെ സ്വീകരിക്കും. ദേ ആർ വെയിറ്റിംഗ് ടു ഇൻവൈറ്റ് അസ്. കാരണം എന്നാ? അന്ന് ഇദ്ദേഹം അവിടെ കൊടുത്ത പണം കൊണ്ട് ഒരു ഉപദേശി ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഗോസ്പൽ ട്രാക്റ്റ് തന്നു, ഞങ്ങൾ കൃപയാൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു. വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുക. സ്തോത്രം. ഹി വാസ് ഫുൾ ഓഫ് സൈറ്റ്. രണ്ടാമത്തെ കോൺട്രാസ്റ്റ്. ഒരു ഗ്രൂപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കോൺട്രാസ്റ്റ് അവിടെ തന്നെയുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. കൊല്ലണം എന്നും പറഞ്ഞ് നടക്കുന്നല്ലേ ഒരു ഗ്രൂപ്പ്. കിൽ ദം, ഓടിയെടുത്തെന്നാണ് വായിക്കുന്നത്. ദേ റഷ് എന്നൊരു വാക്കാണ്. ആ പദം അവിടെ ഉപയോഗിച്ചേക്കെന്ന് അറിയുമ്പോൾ 2 ഇടത്ത് ഗോസ്പൽ ന്യൂ ടെസ്റ്റ്മെന്റിനകത്തുണ്ട്. ഒന്ന്, ഭൂതങ്ങളെല്ലാം കൂടെ പന്നിയുടെ പുറത്തേക്ക് പോയി അതുങ്ങളെല്ലാം കടും തൂക്കത്തോടെ ഓടി വായിക്കുന്നില്ലേ, സെയിം വേർഡാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്നാ? ആ ഫ്യൂറി അല്ലേ, ആ ഡെത്ത്, കൊല്ലണം. സ്റ്റീഫനോ, ഞാൻ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരുത്ത് നൽകുന്നു. ലൈഫ്. കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഡെത്ത് ആൻഡ് ലൈഫ്. നാലാമത്തെ കോൺട്രാസ്റ്റ് എന്താണെന്നറിയാമോ? ഒരു ഗ്രൂപ്പ് എന്നുള്ളത് ഹെയ്റ്റാണ്. ഹെയ്റ്റ്. സ്റ്റീഫൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഹീ ഈസ് ഫുൾ ഓഫ് ലവ്. 4 കോൺട്രാസ്റ്റ്. നാളെ ഞാനത് പ്രസംഗിക്കത്തില്ല, എന്നെങ്കിലും വരുമ്പോൾ പ്രസംഗിക്കാം ദൈവം വെച്ചാൽ. ഈ യഹൂദന്മാരുടെ ഇടയിൽ നിയമം എങ്ങനെയാണെന്നറിയാമോ? ഒരാളെ കല്ലെറിഞ്ഞ് കൊല്ലണ്ടേ, 2 ആൾ പൊക്കത്തിൽ കയറി നിർത്തണം.
എന്നിട്ട് താഴേക്ക് തള്ളിയിടണം. ന്യായപ്രമാണം ഡ്യൂട്രോണമി 7:17 എൻ്റെ ഓർമ്മ, എനിക്ക് സമയമെടുക്കാൻ. ആദ്യത്തെ സാക്ഷി വേണം അത് ചെയ്യാൻ, പിന്നെ വേണം കല്ലെറിയാൻ. ആ തള്ളിയിടുമ്പോൾ മരിച്ചാൽ ദാറ്റ് ഈസ് സഫിഷ്യൻറ്റ്, മതി, പോവാം. ഇല്ലെങ്കിൽ രണ്ടാമത്തെ സാക്ഷി എന്നെ ചെയ്യണമെന്നറിയാം. അവരുടെ മിഷൻ എഴുതി വെച്ചേക്കുന്നത്, മിഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ലോ. ഒരു വലിയ കല്ലെടുത്ത് അദ്ദേഹത്തെ തിരിച്ചു കിടത്തണം, നെഞ്ചത്തിടണം. മരിച്ചെങ്കിൽ സഫിഷ്യൻറ്റ്. സ്റ്റീഫൻ മരിച്ചില്ല, കാരണം ഹി വാസ് ടു യങ്, വെരി ഹെൽത്തി, വളരെ സ്ട്രോങ് ആയിരുന്നു. കാരണം അത്രയും മൈൽ യാത്ര ചെയ്തൊക്കെ വരും ഫെസ്റ്റിവലിന് വരുന്നത്, അങ്ങനെ അല്ലാത്തവരൊന്നും വരാറില്ല. അതൊക്കെ വേറെ ഒത്തിരി ചരിത്രങ്ങളാണ്. മാസങ്ങളൊക്കെ ട്രാവൽ ചെയ്ത് വേണം വരാൻ. ഒന്നാം സാക്ഷി ചെയ്തു, രണ്ടാം സാക്ഷി ചെയ്തു. ആ യങ് സ്റ്റീഫൻ എഴുന്നേറ്റ് മുട്ടയിലിരുന്നെന്നാണ് വായിക്കുന്നത്. ഹി ഈസ് ഫുൾ ഓഫ് ഗ്രേസ്. ഒരു ഹെയ്റ്റും ഇല്ല, ഒരു കോപവും ഇല്ല, ഒരു ഡെത്തും ഇല്ല. ഇവിടെ തൻ്റെ ആത്മാവിൽ നിറയുന്നു. ആ നിറവിൽ കണ്ട കാഴ്ച വിളിച്ചു പറയുന്നു. ഒരു പരാതിയില്ല. ഹിസ് ഫുൾ ഓഫ് ലവ്. കാരണം എന്നാണെന്നറിയാമോ? ഹി വാസ് ഫുൾ ഓഫ് ഫെയ്ത്ത്. ഉള്ളിൽ ദൈവവചനം നിറഞ്ഞാൽ ഇങ്ങനെ മാത്രമേ പ്രതികരിക്കാൻ കഴിയത്തുള്ളൂ. ഇതിൻ്റെ എഫക്റ്റാണ് 8-ാം അധ്യായം. പെർസിക്യൂഷൻ, ചെതറിപ്പോവുക. ഫ്രണ്ട് വാതിലൂടെ പോയാൽ ശൗല് പിടിക്കും. പിൻവാതിലൂടെ പോയവർ കേവിൽ അഭയം പ്രാപിച്ചില്ല, ഹില്ലിൽ ഒളിച്ചിരുന്നില്ല. രണ്ടാമത്തെ ഗുണം, they preached. Forceful preaching. മൂന്നാമത്തേത്, fruitful productivity. People started to convert into Christ. അങ്ങനെയാണ് ഈ ബുക്ക് എഴുതി 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 താഴോട്ട് പോകുന്നത്. ബ്യൂട്ടിഫുൾ ഹിസ്റ്ററി ഓഫ് ദ എർലി ക്രിസ്ത്യാനിറ്റി. ആ അനുഗ്രഹിക്കപ്പെട്ട ഭക്തൻ, പോളിനേക്കാൾ സ്ട്രോങ് ആയിരുന്ന ആ ഭക്തൻ, തൻ്റെ യാത്ര വെച്ച് നിത്യജീവനിലേക്ക്, പൂർത്തീകരണത്തിലേക്ക് കടന്നുപോയി. വി ഓൾ ആർ ഇൻ ദാറ്റ് സെയിം ക്യൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ബോൺ അഗെയിൻ ആയിട്ടുള്ള എല്ലാവരും ആ ലൈനിൽ തന്നെയാണ്. നമുക്ക് ആത്മാവിൽ നിറയാം, സ്നേഹത്താൽ നിറയാം. ലൈഫ് ലൈഫ് ലൈഫ്, അതായിരിക്കണം നമ്മുടെ വായിലുണ്ടാകേണ്ടത്. ആർക്കും കാണാൻ മേലാതിരിക്കുമ്പോൾ, അവരെല്ലാം ജുഡീഷ്യലി ബ്ലൈൻഡ് ആകുമ്പോൾ, open your eyes and see someone is interceding for you in the right hand of the Father. This is the beauty of Christianity. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. സ്വർഗ്ഗപിതാവേ, ഇൻസ്പയർഡായ, ഇൻഫാലിബിളായ, ഇന്നറൻ്റായ സ്ക്രിപ്ചറിനായി സ്തോത്രം. ഞങ്ങളും ഫുൾ ഓഫ് സ്പിരിറ്റ് ആകണമേ, ഫുൾ ഓഫ് ഫെയ്ത്ത് ഉണ്ടാകണമേ, ഫുൾ ഓഫ് വിസ്ഡം ഞങ്ങൾക്കുണ്ടാകണമേ, ഫുൾ ഓഫ് ഗ്രേസ് ഞങ്ങളിൽ നിന്ന് ഫ്ലോ ചെയ്യണമേ, ഫുൾ ഓഫ് പവർ ഞങ്ങളുടെ ശുശ്രൂഷയിൽ വെളിപ്പെടുത്തണമേ. കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. താങ്ക് യു ട്രൈയൂൺ ഗോഡ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.